ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക് അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ കൂടെ ഫോളോ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനും നിങ്ങളുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്നതിനും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കങ്കുവൊക്കെ റിലീസായിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യണോ? എല്ലാവരും ചേർന്ന് ഒരാളെ അടിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അപ്പോൾ ഒരു സൂര്യ അപ്രിസിയേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് മിസ് UDC കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. വെൽക്കം ടു ദ ഷോ. ഹലോ. Hi guys. യെസ്, അപ്പോൾ സൂര്യ അപ്രിസിയേഷൻ വീഡിയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പടങ്ങളെക്കുറിച്ച്, മൊത്തത്തിൽ സൂര്യയെക്കുറിച്ച് അല്ലേ, നമ്മൾ മലയാളികൾക്കിടയിൽ എപ്പോഴാണ് സൂര്യ മലയാളികൾക്കിടയിൽ ഒരു ഒരു വികാരമായി മാറിയത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു ഗജനി ഞാൻ തുടങ്ങിയത് ഗജനിയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ തമിഴ് മൂവീസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സൂര്യയുടെ പടം ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ആക്ച്വലി അജിത്തിന്റെ പടങ്ങൾ ഏതാണ്ടൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഏതൊക്കെയാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് സൂര്യ ആയിരിക്കും. അപ്പം എന്റേത് ആദ്യത്തെ ഗജനി തന്നെയായിരുന്നു, ആദ്യത്തെ പടം. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ എനിക്കറിയില്ല മലയാളം ഓഡിയൻസിന് എവിടെ നിന്നായിരിക്കും തുടങ്ങിയത്, എനിക്കറിയില്ല. അല്ല, മലയാളി ഓഡിയൻസ് ജനറലി സ്പീക്കിംഗ് മലയാളി ഓഡിയൻസിന് ഫോർ നോട്ട് റോങ് എനിക്ക് തോന്നുന്നത് രജനി ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഞാൻ ഐ ഗ്രൂ അപ്പ് ഇൻ മൈ ഫാദേഴ്സ് എന്റെ ഫാദറിന്റെ ഫാമിലി കൂടെ ആയിരുന്നു ഞാൻ എന്റെ ഒരു സം പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പൊ അവര് യൂഷ്വലി ദേ വാച്ച് ലോട്ട് ഓഫ് തമിഴ് ഫിലിംസ്. സോ ഞാൻ ആദ്യമായിട്ട് സൂര്യയുടെ ഒരു സിനിമ ചെറുതായിരിക്കുമ്പോ കാണുന്ന എനിക്കൊരു കുഞ്ഞൊരു വേഗ് മെമ്മറി ഉണ്ട്. പൂവെല്ലാം കേട്ടുപ്പാർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതായത് സ്നേഹമുള്ള പടമാണോ? അല്ല, പൂവെല്ലാം കേട്ടുപ്പാറ് മറ്റേ ജ്യോതികയും സൂര്യയുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ജ്യോതിക സൂര്യ ഇവരുടെ വീട്ടില് ഡ്രൈവറായിട്ടൊക്കെ പോകുന്നതാണ്. കള്ളം പറഞ്ഞ് ഇവളുടെ അപ്പൻ പാട്ടുകാരൻ നാസറും മറ്റേ വിജയകുമാറും ഉള്ള വിജയകുമാറുള്ള അതാണ് എന്റെ ഒരു വേഗ് മെമ്മറി. അതിനുശേഷം ഞാൻ പുള്ളിയെ KTV യിൽ ഫ്രണ്ട്സിൽ വരുന്ന. കണ്ടു. അതിനുശേഷം ഞാൻ പുള്ളിയെ ഫ്രണ്ട്സിൽ കണ്ടു. പിന്നെ 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 മുകേഷ് ജിക്ക് പകരം. അപ്പൊ അതൊന്നും കാണുമ്പോ നമ്മൾ അത്രയും മനസ്സിലേക്കൊന്നും എച്ച്ഡ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അന്ന് എന്റെ മനസ്സില് ഞാൻ ഐ വാസ് മോർ ഇൻ ടു കമൽഹാസൻ ആൻഡ് രജനീകാന്ത്. ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും ലൈക്ക് അതായിരുന്നു എനിക്ക് പേഴ്സണലി. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാല് ഈ എന്നെ കൊഞ്ചം മാട്രി എന്ന് പറഞ്ഞ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അതായത് ജൂട്ട് ബോക്സിലും ഒക്കെ ഹിറ്റായിരുന്നു. കാരണം അതിന്റെ ഒരു അതായത് വിഷ്വലൈസിങ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ഇപ്പൊ ഉള്ള ഡയറക്ടേഴ്സ്, അതായത് വെട്രിമാരൻ ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സ് പറയുന്നത്. കാരണം ഒരു ജീപ്പിൽ ജ്യോതികയും സൂര്യയും പോകുമ്പോൾ എന്താ പറയുന്നത്, അതിന്റെ ക്യാമറ ആംഗിൾസും കാര്യങ്ങളും ഒക്കെ വാസ് സോ ഡിഫറെന്റ് ഫോർ ഇറ്റ്സ് ടൈം. സോ അത് ഗൗതം മേനൻ, എനിക്കൊന്ന് ഗൗതം മേനന്റെ സെക്കൻഡ് മൂവിയാണ്. പക്ഷെ ഗൗതം മേനോൻ കൺസിഡർ കാക്ക ആസ് ഹിസ് ഫസ്റ്റ് മൂവി. ഇത് അതൊരു ട്രൂ ബ്ലൂ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഔട്ട്ലാൻഡിഷ് ഫോർ ദ ടൈം ഇറ്റ് കെയിം ഔട്ട്. ആൻഡ് ഇറ്റ് വാസ് ഹിറ്റ് ഓൾസോ. അതെനിക്കൊന്ന് സൂര്യയുടെ കരിയറിൽ തന്നെ അതൊരു മേജർ ഗെയിം ചേഞ്ചർ ആയിരുന്നു പടം. പിന്നെ നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായി എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയ പടം എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഇറ്റ് ഇസ് ഗജനിയാണ്. കാരണം അതിലെ പാട്ടുകളും ഹിറ്റായിരുന്നു. സൂര്യക്ക് ഒരുപാട് ഫീമെയിൽ ഫാൻസ് ഉണ്ടായി നമ്മുടെ നാട്ടില്.
അതെ. അല്ല ഭയങ്കര ആ ഭയങ്കര ഭംഗിയായിരുന്നു ആ പാട്ടിലൊക്കെ ഭയങ്കര സൂര്യ കാണാൻ. ഭയങ്കര ചാമിങ് ആയിരുന്നു. കാരണം ഭയങ്കര രസമായിരുന്നു. പുള്ളി അത്രയും നാള് ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേക ഭംഗി ഇതിന്റെ അകത്ത് അതെ എല്ലാവർക്കും അതെ കണ്ടെത്താൻ പറ്റി. ഡെഫിനറ്റ്ലി. കാരണം പുള്ളി ക്ലീൻ ഷേവ് ചെയ്ത് വന്നു, 2 ലുക്കിൽ വരുന്നു. എവ്രി വൺ വാസ് ക്യൂരിയസ് അബൌട്ട് ദിസ് ഫിലിം. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ആൾക്കാർ തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ട്, അന്ന് എന്റെ ഫാമിലി അങ്ങനെ തിയേറ്ററിൽ പോയി എന്നെ സിനിമ കാണാൻ അനുവദിക്കത്തൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ പോവാറുമില്ല, അത് കുറവായിരുന്നു. അപ്പം ഉം. എനിക്ക് തോന്നുന്നു ഗജനി ഒരു ഭയങ്കര കോളുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ നാട്ടില്. അങ്ങനെ വളരെ കുറച്ച് തമിഴ് പടങ്ങളെ നമ്മുടെ നാട്ടിലെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കൊന്ന് ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി തിങ്ക്. അതിനുശേഷം പിന്നെ ഈ പറയുന്ന പോലെ പല ജിമ്മുകളില് പല പല സ്ഥലത്ത് സൂര്യയുടെ ഷർട്ട് ഇല്ലാത്ത ബോഡിയാണ് നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേമസ് വാരണായിരം ആയിട്ടുള്ളത്. സമയത്തെ ഫിസിക്കൊക്കെ അല്ലേ? യെസ്. ഉം. അപ്പം അതാണ് എന്റെ ഓർമ്മയില്. ശരിക്കും ഈ ഗജനിക്ക് ശേഷം പുള്ളി ചെയ്ത പടം ഏതായിരുന്നു അത്? 6 എന്ന് പറയുന്നൊരു പടമാണ്. ആരൊക്കെ നമ്മുടെ 6 CD ഇട്ട് കണ്ട പടങ്ങളിൽ ഒന്നാണ്. അതെനിക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ഈ സിനിമയാണ്. ഈ KTVയിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഞാനും ഈ സൂര്യയുടെ പഴയ പടങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്. ഈ മൗനം പേശിയതേ, ശ്രീ, നന്ദ, മൗനം പേശിയത്. അങ്ങനത്തെ സാധനമൊക്കെയാണ് ഞാൻ ഇതാ മകൻ. കണ്ടിട്ടുള്ളത്. മൗനം പേശിയത് ഇതാ മറ്റേ മകൻ, മറ്റേ തേപ്പ് ദൃശ്യമായിട്ടുള്ള വെട്ടുന്ന പടം. പടമല്ലേ? തേപ്പ് തൃശ്ശയായിട്ടുള്ള വെട്ടുന്ന പടം. പടം. അതെ. അതിനകത്ത് തേപ്പ് വെട്ടുന്ന പടം. കഷ്ടമുണ്ട്. ഇല്ല, വേറൊരു പടമുണ്ട്, മറ്റേ ലൈല തേക്കും പക്ഷെ ഓ സ്നേഹമായിട്ട് സ്നേഹ. സെറ്റ് ആവും. ആ പടം എനിക്കറിയാം. മറ്റേ പടം ഹോട്ടലിന്റെ മുതലാളിയായിട്ടുള്ള ആ പടം. നല്ല പടം. അത് എന്റെ നല്ല പേര് മറന്നുപോയി. ഞാൻ ഓർക്കുന്നില്ല. ഏതാ പടം? അങ്ങനെ ഒരു പടമുണ്ട്. എന്താണ് ആണല്ലേ? എന്റെ ഓക്കെ. ഉന്നയി നിനയത്ത് അങ്ങനെയാണ് എന്റെ പേര്. അതാന്ന് തോന്നുന്നു. നല്ല പടം. എനിക്ക് ആ പടം കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് അത് നല്ല പടമാണ്. പടം. പുള്ളി ഒരു ഹാപ്പി എൻഡിങ് ആണ് ഉണ്ട് ഉണ്ട് ഉണ്ട്. മായാവി. ആള് ജ്യോതികയുടെ കൂടെ. അത് നമ്മുടെ മറ്റേ ഇതുപോലെയാണ്, എന്താ മറ്റേ ഇമ്മിണി നല്ലൊരാള് പോലെ ഒരു ഏതാണ്ട് ഒരു ഐറ്റം ആണെന്ന്. അല്ല, അതിന്റെ ഒരു ബെറ്റർ വേർഷൻ നടന്നു വേണം. കാര്യം ജ്യോതിക ഏതാണ്ട് ആക്ട്രസ് ആണ്, ഇവൻ അവിടെ കക്കാൻ കേറിയിട്ട് പിന്നെ അവിടെ അങ്ങനെ അങ്ങനെ ഈ സിംഗപ്പൂലി എടുത്ത പടം അത്. ഓ സിംഗപ്പൂലി ആരാന്നറിയാം? മഹാരാജക്കകത്തൊക്കെ ഉള്ളത്. നീ മഹാരാജ കണ്ടില്ലല്ലേ? ഓ പിന്നെ ഏതാ റെഡ് എടുത്തവിടെ. റെഡ്. അല്ല, ഞാനിപ്പോഴും ഓർക്കുന്നതേ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഫീമെയിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഒരു പടം ഉണ്ടായിരുന്നു. മറ്റേ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ സൂര്യ ഉള്ള ഒരു പടമായിരുന്നു, സില്ലൊരു കാതൽ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫീമെയിൽ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ആ ഒറ്റ പടം കൊണ്ട് പുള്ളിക്ക് നന്നായിട്ട് എന്റെ പറ്റി. കസിനൊക്കെ കോളേജ് സൂര്യനായിരുന്നു ഇഷ്ടം, അല്ല, എനിക്ക് ജെന്റിൽമാൻ എപ്പോഴും സൂര്യനെക്കാളും. എനിക്കെപ്പോഴും ജ്യോതികയുടെ സൂര്യയാണ് ഇഷ്ടം. നോ വേ. എനിക്ക് മറ്റേത് ആലോചിക്കാൻ പോലും വയ്യ. അല്ല, മറ്റേ ശരിക്കും ഈ സൂര്യനെയാണല്ലോ ഇഷ്ടം. സില്ലനൊരു കാതൽ എന്താണെന്നറിയോ? ആ പടം ഇറ്റ് ഏജ്ഡ് വെൽ ഓവർ ദ ടൈം. അതിന്റെ അകത്ത് കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇച്ചിരി ഓവർ ദ ടോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അതായത് എന്തെങ്കിലും സ്ത്രീവിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇറ്റ്സ് എ വെരി എന്താ പറയുന്നത്, ഞാൻ ഒരു പോയിന്റ് വിചാരിച്ചത് അതെന്തോ ഒരു ഗൗതം മേനോൻ സിനിമയാണെന്ന്. പക്ഷെ അല്ല, ഗൗതം മേനോൻ സിനിമയല്ലായിരുന്നു. അതുപോലെ ഉണ്ട്. അതുപോലത്തെ ഒരു വൈബും ഉണ്ട്. എന്നാ എന്താ പറയുക, നല്ല പാട്ട്, ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഇറ്റ് വാസ് സോ ഫീൽ ഗുഡ്. പക്ഷെ പുള്ളിയുടെ പേര് ഗൗതം എന്നല്ലേ അതിന്റെ അകത്ത്? അതെ അതെ, ഗൗതം പേര് എന്നാണ്. ഗൗതം. യെസ്. ഞാൻ ആക്ച്വലി സൂര്യയുടെ ഫാനിനേക്കാളും ജ്യോതികയുടെ ഫാനായ ഒരു പടമാണ്. കാരണം പുള്ളിക്കാരെ കാണാൻ ഭയങ്കര ബബ്ലിയാണ് അതിനകത്ത്, നല്ല രസമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്താ, സെക്കൻഡ് ഇയറിൽ കോളേജ് മൊത്തം അവന്റെ കൺട്രോളിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ചിലപ്പോ പുള്ളി ഒരു മൈക്കിളായിരുന്നെങ്കിലോ, ഒരു മോശമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു റൗഡി ആയിട്ടുള്ള മൈക്കിളായിരുന്നെങ്കിൽ അങ്ങനെ വന്നായിരിക്കും. മൈക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ഫേവറേറ്റ് സൂര്യ ക്യാരക്ടറാണ് മൈക്കിൾ വസന്തൻ. അത് കാരണം അത് നമ്മള് മലയാളികൾ എത്ര പേർക്ക് ആ പടം അത്ര അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആയുധെഴുത്ത് വാസ് ആക്ച്വലി അത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ആക്ച്വലി അതൊരു ഇന്ത്യൻ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ആയുധെഴുത്ത് ബോത്ത് വർ ഗെയിം ചേഞ്ചർ മൂവി ഇൻ ടേംസ് ഓഫ് ഇപ്പൊ എന്താ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, അതിന് മൾട്ടിപ്പിൾ ഇൻസിഡൻസിന് മൾട്ടി ലിങ്ക്
എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്ക് മൂവീസ് അല്ലേ? സോറി ഹൈപ്പർ ലിങ്ക് കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പടം ഇതാവണം. ആക്ച്വലി ആണ്ടവർ ആണ് ഒരു പടം അങ്ങനെ ഒരെണ്ണം കൊണ്ടുവരണമെന്ന് വിചാരിച്ചത്, പക്ഷെ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. സോ മണിരത്നം ഡിഡ് ഇറ്റ് ആൻഡ് മൈക്കിൾ വസന്തൻ ഇസ് ആക്ച്വലി വെരി, അതൊരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു സട്ടിൽ അറ്റ് ദ സെയിം ടൈം ഹീസ് വെരി ചാമിങ്, ഹീസ് വെരി എന്താ പറയുക, ഒരു എനിക്ക് ആ മൈക്കിൾ വസന്തന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആ സൂര്യ റിപ്പോർട്ടറിന്റെ അകത്ത് സൂര്യക്കകത്ത് ഉണ്ടായിരുന്നു. അതൊരു സുധാ കൊങ്കാര മണിരത്നം കണക്ഷൻ ആണ് അത്. അതിന്റെ അകത്തൊരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ പരേഷ് രാവലിനെ ഇങ്ങനെ തള്ളി നീക്കിയിട്ട് സൂര്യ നടന്നു പോകുന്നൊരു സീനുണ്ട്. സീൻ ആയുധത്തിന്റെ ക്ലൈമാക്സിന്റെ അകത്തുണ്ട്, ഭാരതിരാജയെ തള്ളി മാറ്റിയിട്ട് സൂര്യ പോകുന്നത്. സോ അതും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്നാണ്. അജയ് ദേവ്ഗണിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് തോറ്റ് പഠിച്ചതായിരിക്കും പാവം. നീ എന്താ ഇങ്ങനെ പഠിച്ച് പ്രായമായിരിക്കും. അല്ല, ഇതിന് പ്രായമില്ലല്ലോ ഡിഗ്രിക്ക്, അതുകൊണ്ടായിരിക്കും. പുള്ളി സോഷ്യൽ ആക്ടിവിസത്തിന് പോയിട്ട് പിന്നെ പഠിക്കാൻ കയറിയതായിരിക്കും, അങ്ങനെ ആവാനും ചാൻസ്. അയ്യോ, അതെന്തോ എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പക്ഷെ ബാക്കിയുള്ള കാസ്റ്റ് ഇപ്പൊ വിവേക് ഒബ്രോയ് ഫോർ സിദ്ധാർത്ഥ് ക്യാരക്ടർ ഒബ്വിയസ്ലി അവൻ ആ സമയത്ത് സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ അത്രയും വലിയൊരു ആ കൂട്ടത്തിലേക്കും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ അത്. പിന്നെ ആരായിട്ടാണ് അല്ല അത് പിന്നെ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താ പറഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ യൂത്ത് 3 രീതിക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 2 പേര് പൊളിറ്റിക്സിന്റെ യൂസിലേക്ക് 2 പേര് വരുന്നുണ്ട്. ഈ അതായത് എനിക്ക് പൊളിറ്റിക്സിൽ എന്ത് നടക്കുന്നു അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥ് പോകുന്നു. 3 പേരെയും ഒരു പാലമാണ് ഒരുമിച്ച് കൊണ്ടിരുന്നത്. ബ്രിങ്സ് ദം ടുഗദർ ആൻഡ് ഐ മീൻ ദാറ്റ്സ് ഒരു സൂര്യ പടം എന്ന് മാത്രം നമുക്കത് പറയാൻ പറ്റില്ല. അതിനകത്ത് അത് 3 പേരുടെയും പടമാണ്. അതിന്റെ അകത്ത് ആര് വില്ലൻ നായകൻ എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. സോ അങ്ങനെ ഒരു പടമുണ്ട്. പിന്നെ വാരണമായത്തിനെ പറ്റി നിങ്ങളുടെ ജെനുവിൻ അഭിപ്രായം എന്താണ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അത് ഇറങ്ങിയ സമയം. ഇപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പണ്ട് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു അന്ന് ഇറങ്ങിയ സമയത്ത്. കണ്ട സമയത്ത് എന്റെ പക്ഷെ 5 വർഷത്തെ വിസ അടിച്ചു കൊടുത്തത് മാത്രമേ എനിക്ക് അതൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാര്യം നമ്മള് അന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരല്ലേ, അതും അതുപോലത്തെ ഒരു ഡാഡി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ടൈപ്പ് ഒരു ഡാഡി. പണ്ട് നമ്മുടെ ക്ലാസ്സിലെ ഒരു സഹപാഠിക്ക് തേപ്പ് കിട്ടിയപ്പോ നമ്മൾ അവനോട് പോയി പറഞ്ഞ പോയി ഉടമ്പ് റെഡി പണ്ടടാന്ന്. അതെ, ഉടമ്പ് റെഡി പണ്ടുക്ക്. എനിക്ക് ആ പടം ഇഷ്ടമായിരുന്നു. ബട്ട് എനിക്ക് അവരുടെ ഈ സമീറ റെഡ്ഡി ആയിട്ടുള്ള എനിക്ക് ആ പോർഷൻസ് വലിയ താല്പര്യം അന്നേ എനിക്ക് വലിയ എത്ര ഈ അതുണ്ടല്ലോ ഈ എനിക്ക് അറിയത്തില്ല, എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഈ ഗൗതം മേനോന്റെ പടങ്ങൾ ഇച്ചിരി അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നീ എന്താ പറയും? ടറന്റീനോ പടത്തിൽ മൊത്തം കാല ഒരു പെണ്ണിനെയും ചെരുപ്പില്ല, ഒരു പെണ്ണിനെയും പുള്ളി ചെരുപ്പിട്ട് പോകാൻ ഇന്നേ വരെ അഭിനയിക്കാൻ സംഭവിച്ചിട്ടില്ല. കോംബോയായിരുന്നു ഇഷ്ടപ്പെട്ടത് അന്നും. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ആ പടം കണ്ടപ്പോ എനിക്ക് മറക്കാനാവാതെ പോയത് ദിവ്യ സ്പന്ദനായിരുന്നു. എനിക്കിപ്പോഴും ഐ ലവ് ഹർ, ലൈക്ക് ഐ ഫൈൻഡ് ഹർ, ഐ ഫീൽ ദാറ്റ് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവർ പുള്ളിക്കാരിക്ക് ഒരു അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതെ, അതായിരുന്നു നല്ലത്. പക്ഷെ അത് നല്ലൊരു പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ആ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഞാൻ അതിനെ പറ്റി ഒരു ഇന്റർവ്യൂ കാണുക, അത് ഐ റെഡ് സംതിങ് അബൌട്ട് ഇറ്റ്. ശരിക്കും ആ പടത്തിന്റെ അകത്ത് നമ്മുടെ ഇവനൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ മരിച്ചുപോയ ഡാനിൽ ബാലാജിയും പിന്നെ 2 മറ്റേ ഇവനുണ്ട്, വംശി മറ്റേ കില്ലറായിട്ട് എടുത്തിട്ട് നമ്മുടെ തനിയൊരുവിന്റെ അകത്ത് മനസ്സിലായി. വംശി അവരെല്ലാം കൂടെ 4 ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ഒരു
ഇച്ചിരി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഉള്ളൊരു പടം. അശ്വിനും ഉണ്ട് ആ പടത്തിന്റെ അകത്ത്. അങ്ങനെയാണ് ഇവർ ആദ്യം ഈ പടത്തിനെ ഡിസൈൻ ചെയ്തതും. എന്നിട്ട് അതിന്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഓൺലൈൻ തപ്പിയാൽ കാണാൻ പറ്റും. അപ്പം ആ പടം ആക്ച്വലി എന്താ പറയുന്ന, ആ പടത്തിന്റെ കഥ നറേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും സൂര്യ തന്നെ പറഞ്ഞു ദർ ഇസ് സംതിങ് മിസ്സിംഗ് അബൌട്ട് ദിസ് ഫിലിം എന്നുള്ള. അപ്പം ആ സമയത്ത് എന്തോ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്തായിരുന്നു ഗൗതം മേനോൻ വാസ് ഗോയിങ് ത്രൂ എ ഫേസ് വെയർ ഹി വാസ് ട്രീറ്റിംഗ് ഹിസ് ഫാദേഴ്സ് ക്യാൻസർ. എന്നിട്ട് ആ പുള്ളിയുടെ ഫാദർ മരിച്ചുപോയ സമയത്ത് പുള്ളിയുടെ അപ്പനുമായിട്ടുണ്ടായിരുന്ന മെമ്മറീസ് എല്ലാം എഴുതി ആ ഒരു ഇമോഷനിൽ എഴുതി പിടിപ്പിച്ച കഥയായിരുന്നു വാരണമായിരം. സോ ദർ ഇസ് എ വെരി സ്ട്രോങ് ഫാദർ സൺ റിലേഷൻഷിപ്പ് ഇൻ ദാറ്റ് മൂവി. ആൻഡ് ബേസിക്കലി സൂര്യയുടെ ക്യാരക്ടർ പുള്ളിയുടെ അപ്പനാണ് ഗൗതം മേനോന്റെ. അതും വേറൊരു ട്രിവ്യ എന്താന്ന് പറഞ്ഞാല് ഗൗതം മേനോൻ തന്നെ റിവീൽ ചെയ്ത സംഭവമാണ്. പുള്ളി ആദ്യമേ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തു അപ്പൻ ക്യാരക്ടർ ചെയ്യാൻ. That would have been really nice. Oh shit. Yeah, for sure. It would have been something else. ആ പടം തന്നെ ഭയങ്കര ഒരു ലെവലായി മാറിയത്. ഉറപ്പായിട്ടും നമ്മൾ അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ ചോദിക്കും, അയ്യോ അപ്പൊ മറ്റേ പാട്ടൊക്കെ മോഹൻലാൽ ചെയ്ത പടമായിരിക്കത്തില്ല. ആ പോർഷനെ കാണത്തില്ല. കാരണം എന്താ പറയുക, സൂര്യ ആയതുകൊണ്ട് മാത്രം വെച്ച പോർഷൻ അത്. മോഹൻലാൽ ആണെങ്കിൽ അവർക്ക് ആ പോർഷൻ വെച്ച് പുള്ളി പണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. മുന്തിനം പാർത്തേനെ. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ബാഡ് സോങ് ഇൻ ദാറ്റ് ഫിലിം അറ്റ് ഓൾ. എല്ലാ പാട്ടും അഗൈൻ അനിൽ റുദ് ഫാൻസ് ആയിട്ടുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഇത്. ഹാരിസ് ജയരാജ് എന്ന് പറഞ്ഞൊരു ലെജൻഡ് ഉണ്ടായിരുന്നു, അതിലെല്ലാം ഉണ്ടല്ലോ. എല്ലാ പാട്ടും റൊമാൻറ്റിക് സോങ് വേണമെങ്കിൽ അതുണ്ട്, ബ്രേക്കപ്പ് സോങ് വേണമെങ്കിൽ അതും ഉണ്ട് അല്ലെ. ബ്രേക്കപ്പ് സോങ് വേണ്ടുമാ അതെനിക്ക്, മറ്റേ ന്യൂ ഫൗണ്ട് ലവ് വേണ്ടുമാ അതിരിക്ക്, എല്ലാം ഉണ്ട്. എന്ത് വേണോ അതെല്ലാം ഉണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിമ്രനെ ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ പടത്തിന്റെ അകത്ത് സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരു സൂര്യയുടെ പേരുമായിട്ട് അഭിനയിക്കണം. ഷീ വാസ് ലിറ്ററലി സ്റ്റാർ. പുള്ളിക്കാരി റിട്ടയർ ചെയ്തത് ഒരു സ്റ്റാർ ആയിട്ടാ. And she didn't have to make a comeback with a film like Varnamayiram, and she made an effort to do that. So that was actually pretty good. പിന്നെ അത് എന്താ പറയുക, ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ കാക്ക കണ്ടിട്ട് കുറെ പേര് IPS ഓഫീസേഴ്സ് ആയവരൊക്കെ ഉണ്ട്. അതേപോലെ മറ്റേ കുറെ പേര് ജിമ്മില് പോയി, കുറെ പേര് മിലിറ്ററിയിൽ പോകാൻ വേണ്ടി മോട്ടിവേഷൻ കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പടം എനിക്ക് തോന്നുന്നു വേറൊരു തമിഴ് നടനും കിട്ടി കാണത്തില്ല സൂര്യക്ക് കിട്ടിയ പോലെ. ഈ കങ്കുവയുടെ പ്രൊമോഷന്റെ സമയത്തൊക്കെ സൂര്യ ഈ കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ IPS ഓഫീസർ ആവാൻ പോയി. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത്, ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വന്നത്. അത് നല്ലതാണ്. അതെനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിൽ ഒന്നായിരുന്നു വാരണമായിരം. മലയാളത്തിൽ അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരു സാധനം ഉണ്ട്, കമ്മീഷണർ കണ്ട് പോലീസ് ആവാൻ തീരുമാനിച്ചവരൊക്കെ ഉണ്ട്. എനിക്ക് പോലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് മറ്റേ ഹാർഡ് കോർ സുരേഷ് ഗോപി ഫാൻ ആയിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഈ വാരണമായിരത്തിനും സില്ലിനൊരു കാതലിനും ഇടയ്ക്കൊരു പടമുണ്ട് നമ്മൾ വിട്ടുപോയ, വേൽ എന്ന് പറയുന്ന ഒരു പടം. അതിപ്പോ ഇച്ചിരി ഫേമസ് ആയി നടക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കണ്ടോണ്ടിരുന്ന സമയത്ത് നല്ല പടമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഒരു പടമുണ്ട്, അത് ആക്ച്വലി പുള്ളിയുടെ പടമല്ല, പുള്ളി ക്യാമിയോ ചെയ്ത പടം. ആക്ച്വലി എനിക്കൊന്ന് പിതാമകൻ. പക്ഷെ പിതാമകന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പിതാമകൻ എനിക്ക് വിക്രം സ്റ്റോൾ ദ ഷോ, അത് ഭയങ്കര. പക്ഷെ എന്താന്ന് പറയാ, അതിനകത്ത് സൂര്യ നല്ലപോലെ ഹ്യൂമർ ഹാൻഡിൽ ചെയ്ത പടമാണ്. നല്ലപോലെ അതിന്റെ അകത്ത് അഭിനയിച്ചു. പിന്നെ ഒബ്വിയസ്ലി വിക്രം സൈലന്റ് ആയിട്ട് വന്ന് നാഷണൽ അവാർഡ് കൊണ്ടേ, അത് വേറെ കാര്യം. പക്ഷെ രണ്ടുപേരും കൂടെ ആ പടം പിന്നെ എനിക്ക് തോന്നുന്നു സൂര്യക്കാണെങ്കിൽ ആ സമയത്ത് വേല് ഹിറ്റായി, 6 ഹിറ്റായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. 6 ഹിറ്റായിരുന്നു. പുള്ളി എസ്റ്റാബ്ലിഷ് ആയി. കാരണം പുള്ളി വന്ന സമയത്ത് പുള്ളിക്ക് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തു.
അവരെ കൊണ്ട് എല്ലാരെയും കൊണ്ട് പുള്ളി മാറ്റി പറയിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിക്കൂനന്റെ റീമേക്ക് കണ്ടിട്ടുണ്ടോ? ഞാൻ പേരഴകൻ. കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നല്ലതാണോ? അത് ദിലീപ് ആണോ? തന്നെയാണ്. അല്ല, അതെ. ദിലീപിന്റെ കമ്പാരിസൺ ഇല്ലാതെ സിംഗിൾ ഫിലിം എടുക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ I would say it's a totally bad. പെർഫോമൻസ് വൈസ് അത്ര മോശമാണെന്നൊന്നും പറയത്തില്ല. പക്ഷെ ദിലീപ് സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് സോ ഹൈ. അപ്പൊ നമ്മളെപ്പോ ആ പടം കണ്ടാലും നമുക്ക് ആ ദിലീപിന്റെ ആ ഒരു ഓർമ്മ വരും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് കാണുമ്പോ നമുക്ക് തമിഴിലെ ഫ്രണ്ട്സിനേക്കാളും എനിയുടെ മലയാളത്തില് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ പെട്ടെന്ന് മറ്റേ ഫ്രണ്ട്സ് ഓർത്ത് പോയി, ഇംഗ്ലീഷിലെ സിറ്റ്കോംസ്. പക്ഷെ നമ്മൾ ആകെ അറിയേണ്ട ആകെ ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഫ്രണ്ട്സിന്റെ കാര്യത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലെ ജയറാമിനെയാണോ ക്ലൈമാക്സിലെ വിജയാണോ ഇഷ്ടം എന്നുള്ളത് കൂടുതൽ ക്ലൈമാക്സിലെ വിജയെ തോപ്പിക്കാവില്ല മക്കളെ. പക്ഷെ എന്താ പറയുക, ക്ലൈമാക്സിലെ വിജയ് പോട്ടെ, നമുക്ക് വിടാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാ, പോപ്പ് കൾച്ചർ റെഫറൻസ് പോലെ ഇപ്പോഴും ഞാൻ മുടി വെട്ടിയിട്ട് വീട്ടിൽ ചെന്ന അമ്മ ചോദിക്കും എന്താണ് ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ തമിഴ്നാട്ടുകാർക്ക് അവിടുത്തെ ജഗതിയുടെ ക്യാരക്ടർ ചെയ്ത വടിവേലു അവർക്കൊരു നേസമണി ഒരു പക്ഷെ നമുക്ക് ലാസറലേപ്പനാണ് ഇഷ്ടം. ആ സീനൊക്കെ ഒന്ന് ആലോചിച്ചു, മറ്റേ കാലെ കയറി സ്ലാപ്സ്റ്റിക് കോമഡി പോലും അതിന്റെ അകത്ത് ഇറ്റ് വർക്ക്ഡ് ഔട്ട് റിയലി വെൽ. സോ ഇറ്റ്സ് നൈസ്. എനിക്കൊന്ന് അത് തമിഴ് ഓഡിയൻസിന് വേണ്ടി കുറച്ചുകൂടെ വേറെ രീതിയിൽ ട്വീറ്റ് ചെയ്തതാണ് ഫ്രണ്ട്സ്. വെരി എവിഡന്റ് ഓൾസോ. അതുകൊണ്ട് ക്ലൈമാക്സിൽ എഴുന്നേറ്റ് ഇടിക്കുന്നതും അങ്ങനത്തെ സാധനമൊക്കെ വന്നത് പോട്ടെ. അല്ല, അത് റീസെന്റ് ഞാൻ ഒരു പ്രിയദർശനായിരുന്നോ എന്ന് എനിക്ക് പ്രിയദർശന്റെ ആ ഒരു സെറ്റിലുള്ള ആരോ അങ്ങണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ പഞ്ചാബി ഹൗസ് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴത്തേന് അത് അധികം ആരും കണ്ടില്ല. ഇറ്റ് വാസ് നോട്ട് എ ഫേമസ് മൂവി. പക്ഷെ മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തപ്പോഴത്തേനും ബൂൽബുലയായി ഹിന്ദിക്കാർക്ക് അവരുടെ എന്താ പറയുന്നത് അവരുടെ പടമായി മാറിയത്. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് തന്നെ അവര് അത് ഓർത്തില്ല. അപ്പൊ പുള്ളി പറയായിരുന്നു അവരുടെ ആ ഒരു രാജസ്ഥാനി കിങ്ഷിപ്പ് കോർട്ട്ഷിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നപ്പം കഥ മാറിയെന്ന്. അപ്പം മേ ബി ആ ഒരു കൾച്ചറൽ ട്വീക്കിംഗ് എന്താണേലും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു റീമേക്കിംഗ്. അതിപ്പോ നമുക്ക് ഇപ്പൊ ഗില്ലിയുടെ കേസ് അങ്ങനെ പറയല്ലോ, നമ്മള് തമിഴ് ഗില്ലിയെ പറയത്തുള്ളൂ, തെലുങ്ക് ഗില്ലി നമ്മൾ ഓർക്കുന്നില്ല. അത് മഹേഷ് ബാബു മഹേഷ് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗില്ലി വിജയ് ഹാസ് ഡൺ എ ബെറ്റർ ജോബ്. പുള്ളിയുടെ ആ പുള്ളി നല്ലതെന്നാണ് പറയുന്നത്. ഒക്കടുവിന്റെ അകത്ത് മുത്തുപ്പാണ്ടിയൊക്കെ ചുമ്മാ കുളിക്കാതെ ആ ചേറി വീണ അങ്ങനത്തെ ആ ഒരുമാതിരി വല്ലാത്ത വിയേർഡായിട്ടുള്ള അമ്മയാണെങ്കിൽ സ്വർണ്ണാക്ക പോലത്തെ ഒരു അമ്മയും ഒരുമാതിരി എന്താ പറയുന്നത് വല്ലാത്ത ഒരു ഇതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. പിന്നെ എന്താണ്, പിന്നെ എനിക്ക് തോന്നുന്നു ഈ വാരണമായത്തിന് ശേഷം സൂര്യ, എന്റെ ഒരു ഓർമ്മയില് അയനായിരുന്നു കേരളത്തിലെ ഒരു ഭയങ്കര ഹിറ്റായിരുന്നു. 100 ദിവസം എന്തോ ഓടിയിട്ടുണ്ട് കേരളത്തിൽ തിയേറ്ററിൽ. അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് 100 crore പടം എന്തോ അല്ലേ അയൻ, അങ്ങനെ എന്തോ ആണോ? ഈ 80 crore equivalent 80 crore highest grossing ആയിരുന്നു തമിഴ് ഫിലിം ആ വർഷത്തെ ഹൈസ്റ്റ് ഗ്രോസിംഗ്. എനിക്ക് തോന്നുന്നു ശിവാജിയുടെ റെക്കോർഡ് പൊട്ടിച്ച പടം എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് ശിവാജി ആയിരുന്നു. 100 കോടിയായിരുന്നു ശിവാജി. ആദ്യത്തെ 100 crore. ബൈ ദ വേ നമ്മള് ശിവാജിയുടെ എപ്പിസോഡ് റീസെന്റ് നമ്മള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മികച്ച എപ്പിസോഡാണ് എനിക്ക് തോന്നുന്നു. അതൊരു വെറൈറ്റി എപ്പിസോഡാണ് ആക്ച്വലി. ഞാനത് ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് 2 against 2 ആയിരുന്നു. ഞങ്ങളൊരു കോംബോ ആയേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പണ്ടിങ്ങത്തെ കൂട്ടമാ വരും അന്ന് ഞാൻ ഒറ്റയ്ക്കായിട്ട് കഷ്ടം. അപ്പം അതൊരു ഡോക്ടർ സിൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ ഇറ്റ് വാസ് റിയലി എന്റർടൈനിങ്. ആൾക്കാർക്ക് കേൾക്കാൻ തോന്നുന്നെങ്കിൽ പോയി ചെക്ക് ഔട്ട് ചെയ്യാം അവിടെ. അയന്റെ തമിഴിലെ മറ്റേ സൺ ടിവിയില് പ്രോമോ ഒക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അന്നേരത്തെ. ആ പടമൊക്കെ ഹൈപ്പിന്റെ മേളിൽ പോയ പടമാണ്. കാരണം നമ്മള് വി ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ഇറ്റ്. അയൻ കാണുന്ന സമയത്ത് അതൊരു ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കര ലെവൽ. അതിന്റെ പാട്ടുകൾ സൂപ്പർ, പാട്ടുകളൊക്കെ വേറെ രാജ്യത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നു.
ആഫ്രിക്കയിൽ ഈ പോയി പടം ഷൂട്ട് ഡയമണ്ട് ചെയ്തിരിക്കുന്നു. ഡയമണ്ടിന്റെ ഇതും അങ്ങനത്തേതൊക്കെ അങ്ങനെ മുമ്പ് അങ്ങനെ വന്നിട്ടില്ലാത്തൊരു സംഭവം. കോൺഫ്ലിക്ട് ഡയമണ്ടിനെ പറ്റി സംസാരിക്കുന്നു. അങ്ങനത്തെ കുറെ എന്താ പറയുന്നത് ശരിക്കും ഗുളിക വിഴുങ്ങുന്ന ഐറ്റം ഒക്കെ അതൊക്കെ നമ്മള് അതും മറ്റേ ഇവന്റെ വയറ് കീറുന്നൊക്കെ അത് ഇച്ചിരി ബ്രൂട്ടലായിട്ടുള്ള സാധനമായിരുന്നു. എടാ അത് ആ പടത്തിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ ആ പടമൊക്കെ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്, കാണാനുള്ള കുറെ മുതലുണ്ട്. പൈസ മുടക്കിയതിന്റെ അകത്ത് ഉള്ള ഒരു പ്രത്യേകതയൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിൽ പോയി ചുമ്മാ ഷൂട്ട് ചെയ്തു എന്നല്ല, അവിടെ ഒരു നല്ല ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്തു. അതായത് കുറച്ച് മറ്റേ നമ്മുടെ ഓടിച്ചാടി മതിലിന്റെ മുകളിൽ കൂടെ ഒക്കെ കയറുന്ന പരിപാടിയുടെ പേരെന്തായിരുന്നു? പാർക്കോറിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് ലൈക്ക് പാർക്കോർ കൈൻഡ് ഓഫ് സ്റ്റണ്ടും അങ്ങനത്തെ കുറെ അത്യാവശ്യം ഒരു എന്താ പറയാ ഭയങ്കര എന്റർടൈനിങ് ഇല്ല. ഇപ്പൊ കണ്ടാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ എല്ലാം ഫേവറേറ്റ് വില്ലനായ കമലേഷ് ഉള്ള പടമാണ്. ഒറിജിനൽ ദാസൻ അതിന്റെ പ്രഭു അതും അവർക്കൊരു നൈസ് ഒരു പാസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിരുന്നു. ഈ അതിന് ശേഷം എന്താ വന്നത്? അതിന് ശേഷം എന്തായിരുന്നു സിനിമ? ആദവൻ. അയ്യോ സംഭവം എനിക്ക് ഇഷ്ടം. ആദവനല്ലേ നയൻതാര ഉള്ള പടം? മറ്റെന്തോ ഒരു കൊട്ടാരം പോലത്തെ വീട്ടിനകത്ത് എല്ലാരും കൂടെ താമസിക്കുന്ന അതിനകത്ത് നല്ല പാട്ടുകളാണ്. പിന്നെ അഗൈൻ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്, ഈ സൂര്യയുടെ ഗ്രോത്തിന്റെ അകത്ത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആള് ഹാരിസ് ജയരാജാണ്. ഹാരിസ് ജയരാജ് ചെയ്ത, അതായത് അയനിലെ പാട്ടുകള്, അയൻ ആൽബം ഹിറ്റ് ആയിരുന്നു. വാരണായിരല്ല, ഗജനിയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഗജനി ഇത് മൂന്നെണ്ണം അടുപ്പിച്ചാ വന്നേ. കാക്ക ഗജനി, വാരണമായിരം, പിന്നെ അയൻ വന്നു. അയന് ശേഷം എനിക്ക് തോന്നുന്നു ഇതാ മാട്രാനാണ്, ആദവൻ വന്നു. കാരണം ആ സമയത്ത് ഈ കോമ്പിനേഷൻ തന്നെ ഹിറ്റ് ആയപ്പം എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സും അത് മനസ്സിലാക്കി അങ്ങനെ ഇട്ടതാവാൻ ചാൻസ് ഉണ്ട്. സോ ഇത് മൂന്നും അടുപ്പിച്ചായിരുന്നു, വാരണായിരം, അയൻ, ആദവൻ. അപ്പൊ അതൊരു ആ സമയത്തൊക്കെ പാട്ടുകളൊക്കെ അല്ലേ ഉഗ്രം പാട്ടുകളായിരുന്നു. അതെന്താ പറയുക, വൈബ് പാട്ടുകൾ. നമുക്ക് ആൽബത്തിന്റെ അകത്ത് തന്നെ ഏത് പാട്ട് കേൾക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. എല്ലാം നല്ലതാണ്. ഇപ്പം അതിനകത്താണെങ്കിലും അല്ല, ഞാൻ പറയായിരുന്നു ഇപ്പം പുതിയ അടുത്ത പടം നമ്മുടെ സിംഗമാണ്. അപ്പം നമ്മുടെ ഫീമെയിൽ സിംഗത്തിന്റെ പെർഫോമൻസ് ഇച്ചിരി കണ്ടിട്ട് ആർക്കറിയാം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട കേട്ടോ, നല്ല ഡീസന്റ് നല്ല പടമാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. നല്ലായിരുന്നു. ആദ്യത്തെ സിംഗം നല്ലായിരുന്നു. ആദ്യത്തെ സിംഗം തമിഴ് സിംഗത്തിന്റെ ഇതല്ലേ, പക്ഷെ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. സിംഗം 2 ഇതൊന്നും അല്ല. നല്ലായിരുന്നു, പക്ഷെ ഇച്ചിരി ഡീസന്റ് ആയിരുന്നു. കാരണം സിംഗം 2 3 തമിഴ് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് അൺസൈക്കബിൾ ആണത്. ാണ് നമ്മുടെ അതിനകത്തൊരു സിംഗം 2-ന്റെ അകത്തൊരു മാസ് സീനുണ്ട്, നിനക്കറിയോ? മറ്റേ വാട്ട് ഡിഡ് യു സേ അബൌട്ട് ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു. രോമ എഴുന്നേറ്റുണ്ടല്ലോ, ഇങ്ങനെ സല്യൂട്ട് അടിക്കും. അതിന്റെ അകത്താണ് നമ്മുടെ റഹ്മാൻജിക്ക് ഒരു ചെറിയൊരു ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു സീനുണ്ട്, പുള്ളി ജയിലില് മറ്റേ വിലങ്ങ് ഉണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം സിംഗത്തോട് സംസാരിച്ചിട്ട് ആ വിലങ്ങ് ഇങ്ങനെ പുള്ളി ഇങ്ങനെ തള്ളി വിടുമ്പോ ഒന്നിങ്ങനെ നല്ല വേദന എടുത്തു, ഒന്ന് കട്ടാകും പുള്ളി കുറച്ചു നേരത്തേക്ക്. അത് പിന്നെ പക്ഷെ നല്ലായിരുന്നു. അതിന്റെ അകത്ത് ഡാനി ഉണ്ട്, ഡാനിയാണ് അതിന്റെ അകത്ത് വില്ലൻ. അദ്ദേഹം വേറെ ബ്ലാക്ക് പാന്തറിന്റെ അകത്തുണ്ട് പുള്ളി, ഹോളിവുഡ് ബ്ലാക്ക് പാന്തറിന്റെ അകത്ത്. ഒരു ട്രൈബൽ കിങ്ങിന്റെ ഒക്കെ ഇടയിലിരിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, ഈ സിംഗം 2-ന് മുന്നേ ആണല്ലോ മാട്രാൻ വന്നത് അല്ലേ? ആ സിംഗം 2-ന് മുന്നേ അതെ വന്നത്. അതെ അതെ മാട്ടാനും അതെ ആ തുപ്പാക്കി ഒരുമിച്ച് ഇറങ്ങി എനിക്ക് ആ തോന്നുന്നു. യെസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി മാട്രാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ ക്ലൈമാക്സിൽ പുള്ളി ഇച്ചിരി തമ്മിലൊക്കെ പക്ഷെ ഈ ചെയ്യുന്നത് ഈ സൈഡിൽ കൂടെ എനിക്ക് മറ്റേ ഇഷ്ടമാണ്. ടണല് വരുന്ന സാധനം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല അത് അല്ല പടം അതിലേ അല്ല അത് അങ്ങനെ പടം ഉള്ളതല്ലേ? അല്ല കൺജോയിന്റ് ട്വിൻസ് ഇങ്ങനെ മറ്റേ മാംസം നടുക്കൂടെ തൂങ്ങിക്കിടന്ന രീതിയിലല്ല കൺജോയിന്റ് ട്വിൻസ് അവര് വരുന്നത്. മിക്കവാറും ഒരുമിച്ചായിരിക്കും ഇങ്ങനെ ബ്രെയിന് ഒരു അങ്ങനത്തെ ആ ലങ്സ് ഷെയർ ചെയ്യുന്ന അങ്ങനെ ഓക്കെ ആയിരിക്കും ഓക്കെ. പ്രോബ്ലം. ഇങ്ങനത്തെ പിന്നെ നമുക്ക് ട്യൂബ് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം, അതായത് ഡിഫറെന്റ് ഫാദേഴ്സ് ഉള്ളത് കൊണ്ടുള്ള വല്ല മ്യൂട്ടേഷൻ അതല്ല അല്ല അതിന്റെ ഒരു ആണെന്ന് പറയാം. പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഈ 10 തന്ത അത് എന്നൊക്കെ പുള്ളി പറയുന്നതൊക്കെ. മറ്റേ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തതല്ലേ, അല്ല അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അത് ഒരു ട്യൂബ് വന്ന വന്നതെന്ന് കൺജക്ഷൻ ആയത്. വേണമെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. അല്ല അതൊക്കെ ഒരു സിനിമാറ്റിക് ലിബർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ആ കാര്യമാണ്. ശരി കുഴപ്പമില്ല. എനിക്കിഷ്ടമാ പടം. അല്ല ഫോർ എ എനിക്ക് കൊമേഴ്ഷ്യൽ മൂവി ബുദ്ധിമുട്ടായിട്ട് ഇറ്റ് വാസ് തോന്നിയതേ നൈസ്. ഈ കാജൽ അഗർവാള് ശരിക്കും ഐ മീൻ പഠിപ്പി സൂര്യയുടെ ഇതാണല്ലോ പേരാണ്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ നൈസായിട്ട് അല്ല അവര് ഒരുപോലെ അല്ലേ ഇരിക്കുന്നേ. ഇവൻ പിന്നെ ഗെറ്റപ്പും മാറുമല്ലോ, മറ്റവനെ കൂട്ടാവുമല്ലോ അത് കൊറേയൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വഭാവം ഡിഫറെന്റ് ആണല്ലോ ട്വിൻസ് ആണെങ്കിൽ. അല്ല പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് ഒതുങ്ങിയില്ലേ, പുള്ളി മറ്റവനെ പോലെ ആയി തുടങ്ങിയില്ലേ, ഡീസന്റ് ആയിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആലോചിച്ചാൽ മതി, ഇപ്പം കുമാരി കൊടി മനസ്സല്ലേ പുള്ളേ, മനസ്സല്ലേ അല്ല പുള്ളേ, അല്ല ഇപ്പൊ ആ കൊടി ചത്തൊന്നും പോയില്ല. പടത്തിനകത്തില്ലേ, കൊടി മരിച്ചു കഴിയുമ്പോഴത്തേനും അതിന്റെ ട്വിൻ ക്യാരക്ടർ കൊടി പോലെ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ തൃശ മറ്റേ ക്യാരക്ടറിന് പുറകെ അല്ല പോകുന്നില്ലല്ലോ. തൃശ്ശാനാണല്ലോ കൊടി തൃശ്ശയാണല്ലോ മരിക്കാൻ. കൊല്ലുന്നത്. അപ്പം അത് പറ അത് അത് തൃശ്ശ പറയില്ല. അതിന്റെ തീവളാണല്ലോ. തൃശ്ശയ്ക്ക് പേഴ്സണൽ മോട്ടീവ്സ് മാത്രമേ ഉള്ളൂ, കൊടിയുടെ പുറകെ പോകത്തില്ല. അല്ല ഇതില് പിന്നെ വേറൊരു കാരണമുണ്ട്. കാര്യം മറ്റേ സൂര്യ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് അപ്പൊ ആ ഒരു സീനിൽ ഇങ്ങനെ കജലിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമല്ലോ, അപ്പൊ പുള്ളിക്ക് മനസ്സിലാവുമല്ലോ, പുള്ളിക്കാരിക്ക് ഫീൽ മനസ്സിലാവും. ആവും. അതെ 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 പാവം ഒറ്റയ്ക്കാണ്, ഇത്രയും കാലം ഒരു കൂടെ ആളുണ്ടായിരുന്നു, അപ്പം ഒരു തുണയായിട്ട് നിക്കാന്നൊക്കെ ഒരു ഇച്ചിരി സെന്റിമെന്റ്സ്. ബുദ്ധിമുട്ട്. പക്ഷെ അഗൈൻ ആ സിനിമയാണെങ്കിലും ടു ബി വെരി ഓണസ്റ്റ് ഇറ്റ്സ് എ ഗുഡ് മൂവി ഇൻ മൈ ഇല്ല അല്ല ഒപ്പീനിയൻ. അത് ഞാൻ കേരള ഓഡിയൻസിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കൈരളി ഡബിങ് ആയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ ആയിരിക്കാം. ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഓർക്കുന്നുണ്ട്. തിയേറ്ററിലൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ആണോ? ഇല്ല പക്ഷെ ഞങ്ങള് ആൾക്കാരുടെ ഇടയിൽ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു പടമാണ് മാട്രാൻ. മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ. മാട്രാന് മുന്നേ നമ്മൾ പറയേണ്ട ഒരു പടം മേജർ ആയിട്ടുള്ളതൊന്നും വിട്ടുപോയി. അല്ല ഉണ്ട് ഏഴാം അറിവ്. ഉണ്ട് ഉണ്ട് ഏഴാം അറിവ്. ഏഴാം അറിവുണ്ട്, രക്തചരിത്ര 2 ഉണ്ട്. ടൂവിനകത്ത് ആക്ച്വലി അത് സൂര്യ ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. അവന്റെ കണ്ണൊക്കെ അതിന്റെ അകത്ത് അഭിനയിക്കുന്നത് എനിക്കൊന്ന് RGV ഭയങ്കര കിടിലാട്ടോ സൂര്യ അതിന്റെ അകത്ത് 2 അടിച്ചിരിക്കുന്നത്. പടം അടിപൊളിയായിരുന്നേ. അതിൽ ആദ്യത്തെ അകത്ത് വിവേക് ഒബ്രോയ് ആണ് ഹീറോ, രണ്ടാമത്തെ അകത്ത് വരുമ്പോൾ പുള്ളി വില്ലനാവും. നല്ല ഒരു ഇതായിരുന്നു. ഭയങ്കര അത് പീക്ക് RGV ടൈം ആയിരുന്നു ആ സമയം. പിന്നെ അങ്ങനെ പുള്ളി ഇച്ചിരി വിഷയമായി. അതെ ഇപ്പോഴത്തെ ഒരു റൂമർ അനുസരിച്ച് രക്തചരിത്രയിലെ സൂര്യയുടെ ക്യാരക്ടറാണ് റോളക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് എന്ന് ഞാനും പറയുന്നത്. കേട്ടായിരുന്നു. പഴയ ഏതോ സൂര്യ പടവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ഈ പടം ആവാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ ഒരു, അതായത് വിക്രം ചെയ്ത പോലെ. എനിക്കൊന്ന് നന്ദനെ സൂര്യ ആക്കണമായിരുന്നു. പാമ്പ് പോലെ ഇങ്ങനെ ചെന്നൊക്കെ. അതാണേലും നന്ദയാണേലും അടിപൊളിയാ കേട്ടോ. ബാലയുടെ പടമാണ് സൂര്യ എന്നുള്ള രീതിയിൽ പുള്ളി പ്രൂവ് ചെയ്തത് നന്ദയ്ക്കകത്തൂടെയാണ്. അപ്പൊ അവിടെ തൊട്ടാണ് നമ്മുടെ സൂര്യയുടെ ഒരു ഉദയം. അത് ഇത് പറഞ്ഞപ്പോഴാ മറ്റേ ഏഴാം അറിവ് പറഞ്ഞപ്പോഴാ ഈ മറ്റേ കങ്കുവ എല്ലാരും മറ്റേ സൂര്യയുടെ ഏതൊരു ഇന്റർവ്യൂ DD ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു കണ്ടിപ്പം സൂര്യ തന്നെ കമ്പയർ ചെയ്തത്. അതായത് ഏഴാം അറിവ് വരുന്നതിന് മുമ്പ് എന്റെ വലിയ പടം, അപ്പം അടുത്ത വലിയ പടമാണ് കങ്കുവ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഏഴാം അറിവ് കങ്കുവേനെ വെച്ച് നോക്കുമ്പം ഏഴാം അറിവ് ഉണ്ടല്ലോ പലർക്കും എന്തോ ഇതൊരു, ഞാനിങ്ങനെ ഈ ഇതിന്റെ അകത്തൊക്കെ ഈ ഓൺലൈൻ ഡിസ്കഷന്റെ അകത്തൊക്കെ പലപ്പോഴും ഏഴാം അറിവ് ഒരു ദുരന്തം എന്നുള്ള രീതിയിലൊക്കെയാ. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്. നല്ല പടമല്ലേ? നല്ല പടമല്ലേ അത്? എനിക്കിഷ്ടപ്പെടാം. ആക്ച്വലി അത് നമ്മളൊന്ന് ആലോചിക്കാം, അതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയാണ്. ആ ഹൈ കോൺസെപ്റ്റ് സിനിമയ്ക്ക് അവർക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്തു. അതായത് ഒരു പഴയ ഒരാളുടെ DNA കൊണ്ടുവന്നിട്ട് DNA ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒത്തിരി നമുക്ക് ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു. അല്ല എത്ര പേർക്ക് ആ പടം വരുന്നതിന് മുന്നേ അറിയാം ബോധിധർമ്മനാണ് കങ്ഫുവിന്റെ ഒറിജിൻ എന്നുള്ളത്. ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു നോളജും ആണ്. ഒരു എന്താ പറയുന്നത്, ഇറ്റ് വാസ് എ പ്രൗഡ് മൂവ്മെന്റ് ഫോർ, ഐ മീൻ ഫോർ തമിഴിയൻസ് അതിലൂടെ ബേസിക്കലി, ബട്ട് കളരിയിൽ മലയാളീസ്. നിന്നാണ് ഇതൊക്കെ വന്നതെന്നുള്ളതൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും അതിന്. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ മാട്രാന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ ഒരു കാര്യം പറയാം. എനിക്ക് മറ്റേ ഈ ഇതിന്റെ അകത്ത് ഈ ബേബി ഫുഡിന്റെ അകത്ത് ഇത് ഒപ്പിച്ചു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഒരു ആദ്യമായിട്ട് നമുക്കൊരു ഇത് വരുന്ന എനിക്ക് തോന്നുന്നു ഈ മാട്രാനൊക്കെ കാണുമ്പോഴത്തേക്ക് ആയിരിക്കും. അത് ഈ കെ.വി. ആനന്ദിന്റെ പടത്തിൽ എല്ലാത്തിനകത്ത് ഒരു സോൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണും. ആ പ്രോബ്ലം ആയിരിക്കും പിന്നെ സിനിമ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുന്നത്. ഇപ്പം കോഴിക്കകത്തൊക്കെ ആണെങ്കിലും അങ്ങനെയല്ല. അല്ല, കാപ്പാന്റെ അകത്താണെങ്കിൽ പോലും മറ്റേ ഈ ജനറ്റിക്കലി എഞ്ചിനീയർഡ് വെട്ടുകളിയൊക്കെ. അതെ അതെ അതെ. എടാ, കാപ്പാന്റെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താന്ന് പറയുക, ആ സിനിമ ദാറ്റ് കെയിം ഔട്ട് ഇൻ ദ റോങ് ടൈം. ഇറ്റ് വാസ് ലൈക്ക്, ഇപ്പൊ അത് അയന് മുന്നേ അല്ലെങ്കിൽ അയൻ കഴിഞ്ഞ ഉടനെ വരുമായിരുന്നെങ്കിൽ ആ സിനിമ കുറച്ചുകൂടെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു, വർക്കാവുമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇത് പോരാ. കാരണം ഇപ്പോഴത്തെ കാപ്പാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലത്തെ കുറെ പടങ്ങൾ ഓൾറെഡി ആൾക്കാർ കണ്ടു കഴിഞ്ഞു. കോർപ്പറേറ്റ് വില്ലന്മാര് വരുന്നതും കോർപ്പറേറ്റ്സ് ഈ മറ്റേ കൃഷിഭൂമി നശിപ്പിക്കുന്നതും എല്ലാം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ അതിന്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തമിഴ് പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അങ്ങനത്തെ കുറച്ച് ഇല്ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് കൊന്നു കളയുന്നതായിരുന്നു. ഒരു കാര്യമില്ലാതെ ഒരു പ്രൈം മിനിസ്റ്റർ ആക്കാൻ വേണ്ടിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത് പവന്റെ ലാലിച്ചൻ. ആ പടം എന്താ പറയുക, അതിന്റെ അകത്ത് വേറെ ഒരു മേജർ പ്രശ്നം എന്താണെന്ന് തോന്നി, കെ.വി. ആനന്ദന്റെ യൂഷ്വലി ഉള്ള പടങ്ങളിൽ അത്ര ഒരു സ്ട്രോങ് വില്ലൻ ഒന്നും ഇല്ല. ഏതോ ഒരുത്തൻ, അവനാരാതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതെ 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 അതെ. ഈ ബീസ്റ്റിലെ വില്ലനൊക്കെ പറയുന്ന പോലെ ഏതോ ഒരു വ്യാളി. കങ്കുവ കണ്ടപ്പോ നിനക്ക് ബീസ്റ്റ് ഓർമ്മ വന്നു? എനിക്ക് ആ പയ്യൻ മറ്റേ പുള്ളി ഇങ്ങനെ ബാഗ് പോലത്തെ ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ ഷൈൻ ടോം ചാക്കോനെ വിജയ് എടുത്തോണ്ട് പോയി ഇങ്ങനെ അമ്മേനൊക്കെ എടുത്ത്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഗോട്ടിനേക്കാളും ബീസ്റ്റ് ഇഷ്ടമാണ് ഗൈസ്. ഗോട്ടിനേക്കാളും ബീസ്റ്റ് എന്തുകൊണ്ടും മികച്ചതാണ്. എനിക്ക് ബീസ്റ്റ് ഇപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവമായിരുന്നു. ആ ഫൈറ്റ് മറ്റേ ജെറ്റിന്റെ സീക്വൻസ് എനിക്ക് പറ്റത്തില്ല. കാരണം ടോം ക്രൂസ് അണ്ണനെയൊക്കെ അപ്പോൾ അതാണ് പ്രശ്നം. അത് ഒരേ സിമിലർ ടൈമിലോ ഇറങ്ങിയതോ, അതാണ് പ്രശ്നം. ടോപ്പ് ഗൺ ഒക്കെ ഞാൻ കണ്ടിട്ട് അണ്ണാന്നുള്ള രീതിയിലായി പോയി. എടാ, തിയേറ്ററിൽ ഇരുന്ന സാധനം കാണണം. നമ്മൾ കോക്പിറ്റിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഒരു പൊളി സാധനമായിരുന്നു. I was literally holding on to my seat. എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ എക്സ്പീരിയൻസ്. ഇറ്റ്സ് നോട്ട് എ മൂവി, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അത് സത്യം പറഞ്ഞല്ലോ, അഗൈൻ നമ്മൾ അത് വലിയ ഡിസ്കഷൻ ആയിപ്പോ. ടോം ക്രൂസ് കെയിം ടു സേവ് ദ ഡേ എന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ ഈ സൂപ്പർ ഹീറോ പടം കണ്ട് വെറുത്ത അങ്ങേറ്റം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒരു പടമായിട്ട് വന്നു എന്റെ ലിസ്റ്റിൽ. സോ ആൻഡ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ അഗൈൻ സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന പടമായിരുന്നു ധ്രുവ നക്ഷത്രം. അത് അന്ന് ഡ്രോപ്പായി. പക്ഷെ വിക്രമിനെ വെച്ച് ചെയ്തെങ്കിലും അത് നമ്മളാരും ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല, കാണാനുള്ള ഭാഗ്യമില്ല. ആരെങ്കിലും ഒന്നൊന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ, ജീവിയമ്മ ഇറക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ. ഇടയ്ക്ക് വരുന്നു പറഞ്ഞിട്ട് പിന്നെ ഡ്രോപ്പ് ആയത് എന്താ? ഇടയ്ക്ക് ഒരു ലാസ്റ്റ് ഡിസംബറിൽ റിലീസ് ആവേണ്ടതായിരുന്നു. റിലീസ് ഡേറ്റ് പറയൂ, അങ്ങനെ എന്തോ റിലീസ് ഡേറ്റിന്റെ അതായത് തലേദിവസം പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തു, നാളെ റിലീസ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ബുക്കിംഗ് എല്ലാം ഓപ്പൺ ആയിരുന്നു. നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്ത ഷൂട്ടിംഗ് തുടങ്ങിയതാടാ. പക്ഷെ എന്താ അറിയാ, നമ്മൾ അത്രയും പഴയ പടം ഷൂട്ട് ചെയ്താന്ന് പറഞ്ഞാല് അതിന്റെ അകത്ത് ഗൗതം മേനോന്റെ ഒരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ചാല് ടൈംലെസ് ആയിട്ടാ എപ്പോഴും ഇരിക്കുന്നത്. അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നത്തില്ല. അത് ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നത്തില്ല. സോ ആൻഡ് ഗൗതം മേനോൻ ശരിക്കും പറഞ്ഞ ഗൗതം മേനോൻ ഒക്കെയാണ് ഈ സൂര്യയുടെ കരിയറിന്റെ തന്നെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിട്ട് ഉള്ളത്. സോ അത് നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ആരാ ഈ സൂര്യയുടെ കരിയർ ചേഞ്ചിങ് പടങ്ങൾ അങ്ങനെ കൊടുക്കാൻ? അമീർ, മൗനം പേശ് ചെയ്ത്. യെസ്, അതൊരു നല്ല പടമായിരുന്നു. പിന്നെ ഈ ഏഴാം വരവിന് ശേഷം എന്താണോ വന്നത്? ഏഴാം വരവിന് ശേഷമാണ് സിംഗം വന്നത്.
സിംഗം 2. ഏഴാമറയിന് ശേഷം സിംഗം സിംഗം 2. അല്ല, ഏഴാം മറവിന് അല്ല ശേഷം മാട്രാൻ മാട്രാൻ കഴിഞ്ഞിട്ട് മാറ്റാൻ സിംഗം 2. സിംഗം അതെ. 2. സിംഗം ഓ 2ഉം സിംഗം വേലായുധം ഒരുമിച്ചാണ്. അല്ല അല്ല, ആണോ? ഞാൻ അല്ല. ചോദിക്കട്ടെ, സിംഗം അപ്പം ഇതിന് മുന്നേ ആണോ വന്നത്? ഏഴാം വരവിന് മുന്നേ ആണോ വന്നത്? അതെ ആ ഒത്തിരി ആ മുന്നെയാണ്. ആണല്ലേ? ഏഴാമറവും ഓക്കെ. വേലായുധവും ഒരുമിച്ച് വന്നു. സിംഗം 2ഉം വേറെ ഏതോ ഒരു വിജയ് പടവും കൂടെ വന്നിട്ടുണ്ട്. ഏതാന്ന് ഞാൻ ഓർമ്മയില്ല. വേട്ടക്കാരൻ. വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ. വേട്ടക്കാരൻ. അടുത്തത് അഞ്ചാനാണ് മറ്റേ ടൂത്ത് പിക് പക്ഷെ ഞാൻ സൂര്യ. 8 റുപ്യക്ക് ഉണ്ട് അവിടെ. ടൂത്ത് പിക് സൂര്യ ഇച്ചിരി. ഓ. പക്ഷെ എനിക്ക് സൂര്യയുടെ ലുക്ക് ഇഷ്ടമായിരുന്നു. ആൾക്കാർ എന്നോട് ഡിസഗ്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ലുക്ക് ഇഷ്ടമായി. പക്ഷെ രാജുബായിക്ക് ഒരു ഞാൻ സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട് രാജു കേട്ടോ. എനിക്ക് ഉണ്ട് രാജുബായിനെ ഉണ്ട്. ഇഷ്ടമാണ്. ഞാന് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോയിട്ട് കണ്ട രാജുവിന്റെ പടമാണ് അഞ്ചാൻ. അതെ. ഞാനും ഫസ്റ്റ് പോയി കണ്ടതാ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. കുറെ കട്ട് ചെയ്ത സീൻസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റി. ഓ ആ പുള്ളിയുടെ yeah, ഇൻട്രോ ഒക്കെ yeah. ഡിഫറെന്റാ. ഓക്കെ. നമ്മള് ഈ നോർമലി പ്രിന്റ് കാണുന്നതല്ല. പിന്നെ സമയത്തയുടെ ബിക്കിനി സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതുണ്ടായിരുന്നു താങ്ക് യു അതുണ്ടായിരുന്നു. ഗൈസ്. രണ്ടുപേരുടെയും സൗണ്ടില് സന്തോഷം എനിക്ക് കേൾക്കാം. ഞാനൊരു അന്നത്തെ കാലം സമാന്ത കന്നി ആയതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരിയെ പറ്റി മോശമായിട്ട് പറയുന്നത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് അല്ല, ലൈക്ക് ഇറ്റ്. ഞാൻ എന്റെ കൂട്ടുകാരനായിട്ടാ പോയി കണ്ടത്. അപ്പം ഈ മഴ കാത്തിരുന്ന വേഴാമ്പൽ പോലെ അന്നത്തെ ഞങ്ങളുടെ ഒരു ഇതില് സമാന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞങ്ങൾ അഭിപ്രായം നന്നായി. പറഞ്ഞത് ഞാൻ അല്ല ഓർക്കുന്നു. അത് പറയുമ്പോഴാ ഈ പടത്തിനകത്തില് എനിക്ക് കാണാൻ ഇഷ്ടം മറ്റേ ചന്ദ്രുവിന്റെ ക്യാരക്ടറിൽ വന്ന പുള്ളി ഉണ്ടല്ലോ, വിദ്യുത്ത് എന്ന വിദ്യുത് പുള്ളിയുടെ പേര്. ചെമ്പാൽ. എനിക്ക് പുള്ളിയെ ഭയങ്കര, പക്ഷെ പുള്ളി ഞങ്ങൾക്ക് കൊന്നു കളഞ്ഞത് എന്ത് പരിപാടി. നമ്മള് പുള്ളിയെ അവരുടെ കണ്ടു. കോമ്പോ നല്ലതായിരുന്നു. അതെ, പക്ഷെ നല്ല കോമ്പോ. കൊന്നുകളഞ്ഞു. ചന്ദ്രു രാജു രണ്ടുപേരില്ല ഒത്ത ഉസിർ. അതെ. അത് പക്ഷെ നല്ലായിരുന്നു. രാജുഭായ് ആയിരുന്നു തുടക്കം തൊട്ടേ ചേട്ടനെ തപ്പി വന്നതെന്ന് നീ പ്രതീക്ഷിച്ചോ? അതൊരു അത് ട്വിസ്റ്റ് അല്ലായിരുന്നു. പ്രതീക്ഷിച്ചില്ല. അത് ട്വിസ്റ്റ് ആയിരുന്നു. Yes. അത് ഞാൻ പുള്ളിയുടെ തന്നെ പ്രതീക്ഷിച്ചു. ലാപ്ടോപ്പ് ഒക്കെ എന്നിട്ട് സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ലായിരുന്നു. മികച്ച ഒരു പക്ഷെ അതിനകത്ത് മനോജ് ബാജ്പേയി എന്ത് വേസ്റ്റ് ആയിരുന്നു. അയ്യോ, പുള്ളി മറ്റേ മരം പോലെയായിരുന്നു. റോബോട്ട് തന്നെ. തോൽവി. ഭയങ്കര തോൽവിയായിപ്പോയി. അത് ലിംഗസ്വാമിയും സൂര്യയും കൂടെ ഒരു പടം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ അതിന്റെ അകത്ത് മറ്റേ രാജുബായുടെ തീം സോങ് ഒക്കെ കേട്ട് നമ്മള് കുളിര് കൊണ്ടിരിക്കുന്ന ഇപ്പം കാലമായിരുന്നു അതൊക്കെ. പലരും കങ്കുവയുടെ ഇത് മറ്റേ ജ്ഞാനവേൽ രാജ പറഞ്ഞതും ലിംഗസ്വാമി അഞ്ചാം ടൈമിൽ പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കാര്യം അന്ന് പുള്ളി പറഞ്ഞത് പുള്ളി കത്തുകിട്ട മൊത്ത വിദ്യയും ഇതിൽ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അഞ്ചാന്റെ അത്. അതിനുശേഷം പുള്ളി പടവും Oh my ചെയ്തിട്ടില്ല. God. അതൊരുമാതിരി. വിദ്യ എല്ലാം കഴിഞ്ഞു പോയി കാണാടാ. കത്തിക്കിട്ട അത്രയല്ല ഉള്ളു, അതുകൊണ്ടായിരിക്കും. പക്ഷെ അത് കഷ്ടമായി പോയി. പുള്ളി ആ പയ്യൊക്കെ എടുത്ത് ലിംഗസ്വാമിയുടെ കുറെ നല്ല പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പുള്ളിയെ അൺഫോർച്ചുനേറ്റ്ലി വേട്ടൈ പുള്ളിയല്ലായിരുന്നു. അഞ്ചാന് ശേഷമാണോ വേട്ടൈ വന്നത്? അഞ്ചാന് ശേഷമാണോ നീ? വേട്ട വേട്ടൈ വലിയ നല്ല പടമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല ഡീസന്റ് പടമായിരുന്നു. ആയിരുന്നു. അത് ആക്ച്വലി എനിക്കൊന്ന് സിംബുവും മാധവനും ചേരുന്ന പടമായിരുന്നു. അത് അവസാനം ആര്യയും മാധവനും ചെയ്തു. എനിക്ക് സിംബു ആ സമയത്ത് 2 പടത്തിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. ഒന്ന് മറ്റൊന്ന് വേട്ടൈ. ഈ 2 പടത്തിൽ ഇതിന് മുന്നാടാ വന്ന് 2012 വേട്ട വന്ന്. അതായിരിക്കും. അഞ്ചാന് ശേഷം പുള്ളി ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പ്. അഞ്ചാന് ശേഷം പുള്ളി ഇല്ല, സണ്ടക്കോഴി 2. സണ്ടക്കോഴി 2. അയ്യോ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. സോറി. അപ്പൊ എനിക്ക് അഞ്ചാന് ശേഷം പിന്നെ എന്താ പുള്ളിയുടെ സൂര്യയുടെ ഒരു പടം? അതിന്റെ പേരിങ്ങനായിരുന്നു എനിക്ക് അറിയത്തില്ല. അത് മാസിലാമണിയോ ഇതെന്തോന്നത്, ഇങ്ങനെയാണ് അതിന്റെ പേര്. അതതിന്റെ പേര് മാസ്. അതെന്താന്ന് വെച്ചാൽ ഒരു ടാക്സ് ഇഷ്യൂ വന്നപ്പോ അവര് മാറ്റിയത്. മാസ് വേറെ ഇംഗ്ലീഷ് വേർഡ് അല്ലേ, അപ്പൊ അതിന് എക്സ്ട്രാ ടാക്സ്. തമിഴിലെ അന്നേരം ഒരു ഇതുണ്ടായിരുന്നു. ഈ തമിഴ് പേരുകളാണെങ്കിൽ ടാക്സിന് ഇളവ് കിട്ടും. എനിക്കിപ്പോ എന്തോ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ നാഗാർജുനയുടെ പാട്ട് ഓർമ്മ വരുന്നത്. പുള്ളി കാലുകൊണ്ട് കറക്കി ചുഴലിക്കാറ്റുണ്ടാക്കുന്ന പടം നമ്മുടെ രജനികാന്ത് ചന്ദ്രമുഖിന് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ രജനീകാന്തിന്റെ ആണ് ഓർമ്മ വരുന്നത് കേട്ടോ. ചുഴലിക്കാറ്റ് വെച്ച് കാലെന്ന് പറയുമ്പോ അല്ലല്ല, ഇത് നാഗാർജുന ചെയ്യുന്നത് വേറൊരു സ്റ്റൈലാണ്. അത് ഒരു അതെ പൊളിയാണ്. പ്രത്യേക രീതിയിലാണ് അത് രാഘവ ലോറൻസ് ഡയറക്ട് ചെയ്തതെന്ന് തോന്നുന്നല്ലേ. മാസ് പുള്ളി തന്നെ ഡോണും എടുത്തത്.
അല്ലെ, രാഘവ ഡോണും പുള്ളി ലോറൻസിന്റെ തന്നെ. അവസാനം ഞാനും ദിഗുവും കൂടെ ഇരുന്ന ഒരു പടം കണ്ടായിരുന്നു, നല്ല മികച്ച ചന്ദ്രമുഖി ചന്ദ്രമുഖി 2 2. മൊട്ടത്തിവ മികച്ച പടം. കെട്ടസിവ കണ്ടിട്ടുണ്ടോ? അയ്യോ എന്റെ പൊന്നു, ഞാൻ ഈ കണ്ട എന്റെ ദൈവമേ. കാട്ടപരാധം എന്നൊക്കെ പറഞ്ഞു അത് ഭയങ്കര ശരിക്കും അത് കാട്ടവരാഹത്തിന് അതിനൊരു ഒരു വേറെ ഒരു സെക്കൻഡ് മീനിങ് ഉണ്ടെങ്കിൽ ആ പടമായിട്ട് നമുക്ക് കൂട്ടാം. അതെ, അതിന്റെ ഒരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ് ആ പടം. അയ്യോ, കങ്കുവെ അങ്ങനെ പറയുന്നുണ്ട്, കാട്ടിലെടുത്ത് എങ്കിലും പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കട്ട വെറുപ്പീര കേട്ടോ. അയ്യോ, കങ്കുവയൊന്നും ഒന്നും അല്ല. ഈ മൊട്ടശിവ കെട്ടശിവയൊക്കെ കണ്ടു കഴിഞ്ഞു എന്റെ ദൈവമേ, ഈ തുടക്കം കെട്ട തൊട്ട് പടമൊക്കെ അവസാനം കാണാൻ വരെ പോകുന്ന നിന്നെയൊക്കെ വേണം വടിവെട്ടി തല്ലാൻ. എന്ത് പേര് ചെയ്യാനാ. തന്നെ കെട്ട ശിവ എന്ന്. ഞങ്ങള് മാസ്റ്ററിന്റെ ഒരു ഫാനാണ്, രഘുവ മാസ്റ്ററിന്റെ. ആണല്ലേ? അൺഫോർച്ചുനേറ്റ്ലി എടാ മറ്റേ അതിനുശേഷം ഈ പറയുന്ന നമ്മളിപ്പോ എന്താ അവസാനം പറഞ്ഞ മാസിന് ശേഷം എന്താ പുള്ളി അഭിനയിച്ച? പസംഗ 24 ടു അല്ല പസംഗ 2 എന്ന് പറയുന്നൊരു പടം ഉണ്ട് എന്റെ. ക്യാമിയോ പക്ഷെ അത് ഓ ക്യാമിയോ ആണോ? അത് ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ എനിക്കറിയില്ല. 24 ഫിൽമോഗ്രഫി പുള്ളിയുടെ പടമായിട്ട് വന്ന്. ഞാൻ 24 24 എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല പടം അല്ലേ അത്? 24 was good അതിന് apart from മറ്റേ സാധനം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ. വാച്ച് വാച്ച് മെക്കാനിക് എന്ന് പറയുന്ന സാധനമാണ്. അതെനിക്ക് ഐ ഗോട്ട് റിയലി അൺകംഫർട്ടബിൾ ആഫ്റ്റർ എ പോയിന്റ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അൺനെസസറി ആയിട്ട്. വാച്ച് മെക്കാനിക്. പക്ഷെ ആ അത്രയുടെ ക്യാരക്ടർ അല്ലേ ഇടിലല്ലായിരുന്നു. ഈ 24-ന് 7-ാം അറിവിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആൾക്കാർ കൊടുക്കുന്നത് എന്തോ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് പറയാം. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെ പറയുന്നത്. ഞാന് 24 സിവിൽ വാറും 24-ഉം സിവിൽ വാറും ബാക്ക് ടു ബാക്ക് കണ്ടതാ. അപ്പം ഒരേ ദിവസം നല്ല രണ്ട് കിടിലൻ നമ്മളെ ഡോക്ടർ സെൻസിന്റെ കൂടെ പോയി കണ്ടതാ. ആ സമയത്ത് രണ്ട് മേജർ പടങ്ങളായിരുന്നു എക്സ്പെക്ടേഷനിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഇരുമുഖനും മറ്റേത് 24 ആയിരുന്നു. ഇരുമുഖൻ നമ്മളെ ചതിച്ചു. നമ്മളെല്ലാരും കൂടെ പോയി കണ്ടതാണ്. മാരിയില്ല, ഞാനും ചക്രവാണിയും. ഞാന് 24-ന് പകരം തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഇരുമുഖൻ. എനിക്ക് 24-ന്റെ ഇത് പോസ്റ്റർ കണ്ടിട്ട് അത്ര രസം തോന്നിയില്ല. അയ്യോ, എനിക്ക് വിക്രം ഭയങ്കര ഇഷ്ടമാണ്, വിക്രത്തിന്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ പോയി കണ്ടൊക്കെ. ആ പടം 24 വാസ് ആക്ച്വലി പ്രോപ്പർലി മൗണ്ടഡ്. അത് സൂര്യ പ്രൊഡ്യൂസ് ചെയ്ത അവന്റെ ഏറ്റവും എക്സ്പെൻസീവ് പടം. റഹ്മാൻ മ്യൂസിക്, തെലുങ്കിലെ ഒരു മറ്റേ നമ്മുടെ 13B എടുത്ത ഡയറക്ടർ വിക്രം കുമാർ ആണ് വന്നത്. ആ സിനിമ ഭയങ്കര ഒരു ലെവലിലെത്തും. ഞങ്ങള് തിയേറ്ററിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ധന്യരമ്യയിൽ കാണാൻ പോകുന്ന സമയത്ത് ക്യൂ ആയിരുന്നു, ഒത്തിരിയായിരുന്നു. സോ ടിക്കറ്റ് കിട്ടുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഐ വാസ് വാച്ചിങ്. അത് ഫോർ എ കൊമേഴ്ഷ്യൽ സിനിമ അത് ഭയങ്കര ക്ലോസ് ടു പെർഫെക്റ്റ് ആയിരുന്നു. അതിന്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസോ ഒന്നുമില്ലായിരുന്നു പടത്തിനകത്ത്. എവറിത്തിങ് വാസ്. പക്ഷെ പറഞ്ഞപ്പോഴാ പാട്ടുകളെല്ലാം ഭയങ്കര രസമാണ്, കാണാനും രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഞാനും എന്നുള്ള പാട്ടേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതൊന്ന് ആലോചിച്ചോണേ, അർജീത് സിംഗ് പാടിയ ഏക തമിഴ് പാട്ടാണ്. ഓ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഓക്കേ. അർജീത് സിംഗ് പാടിയ ഏക തമിഴ് പാട്ടാ അത്. എന്നാ ഭംഗി. അർജീത് സിംഗും ചിന്മയും പാടിയ ഒരു പാട്ടാ. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് കാണുമ്പോ അസൂയാണ്. എനിക്ക് ഇഷ്ടമല്ല അവർ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ. സൂര്യ ആൻഡ് സമാന്ത ലുക്സ് സോ ഗുഡ് ടുഗദർ. ഭയങ്കര നല്ല പേരാ. അതും മറ്റേ മെയ് നിഗറ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഇവൻ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. അത് ശ്രീറാം പാടുന്ന പാട്ടാണ്. താരാട്ടുപാട്ടും ഇഷ്ടമാണ്. അതിന്റെ തെലുങ്ക് വേർഷൻ എനിക്ക് ഇഷ്ടം. മറ്റേ ലാലിജോ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, ഒരു ഇവരെ കൊച്ചിനെ വളർത്തുന്ന ഒരു പാട്ട്. അതിന്റെ തെലുങ്ക് പാടിയത് നിത്യാമേനാണ്. അത് നല്ല പാട്ടാണ്. ലാലിജോ കേൾക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അതിന്റെ വേർഡിങ്സ് കുറച്ചുകൂടെ കേൾക്കാൻ ഒരു രസമുണ്ട് തമിഴിനേക്കാളും. നല്ലതാണ് അത്. പുള്ളിയുടെ ആദ്യത്തെ വില്ലൻ റോൾ ആണെന്ന് തോന്നുന്നു യാത്രയല്ലേ. ഓ ആണോ? അത്ര ആയിരിക്കണം. അത് അതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് എന്റെ ഓർമ്മയിലില്ല. നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രങ്ങളും എല്ലാം ചെയ്താലും നന്ദയൊക്കെ ഇച്ചിരി ഗ്രേഷായിട്ട് നടക്കും. അതുപോലെ പക്ഷെ വില്ലനായിട്ട്, പ്രോപ്പർ വില്ലനായിട്ട് ഇതിന്റെ അകത്ത് ആദ്യം
പക്ഷെ ആത്രയെ അത്രയാ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ആ സമയത്ത് ടോക്സ് ദാറ്റ് അതിന്റെ ഒരു സ്പിൻ ഓഫ് വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ആത്രേന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാണാനും. ഉം. ഭയങ്കര അത്രയും സ്റ്റൈലാണ്. അന്നേരം ഒരു തരംഗമായിരുന്നു ഈ റോളക്സ് ഒക്കെ പോലെ തന്നെ. റോളക്സിന്റെ അത്രയും ഇതുണ്ടോന്ന് അറിയില്ല, പക്ഷെ അത്രയും ഭയങ്കര ഇതായിരുന്നു. അല്ല, റോളക്സ് ശ്രീ- നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സാധനമായിരുന്നു. അത് ആ യു അതെ നെവർ അതെ അതെ. ഇറ്റ് വാസ് സോ അൺഅപ്പോളജറ്റിക്കൽ. അത് ആ, അങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കും സൂര്യ ഉണ്ടെന്ന് നമുക്ക് തലേദിവസം വരെ അറിയാം. പക്ഷെ അങ്ങനെ ഒരു ഐറ്റം ആയിരിക്കും വരുന്നെന്നുള്ളത് അറിയാം, നമ്മള് പ്രതീക്ഷിക്കത്തില്ല. വൈൽഡ് ആയിരുന്നു പുള്ളി ഭയങ്കര, അല്ലേ? ഭയങ്കര മൈൻഡ് ബ്ലോൺ. അത് ഉം. തിയേറ്ററിലുള്ള റെസ്പോൺസ് സത്യം പറഞ്ഞില്ല. അത്രയും നേരത്തെ ആർക്കും കിട്ടേണ്ട കൈയുടെ എല്ലാം സൂര്യ ഒറ്റയ്ക്ക് വന്ന് തിന്നിട്ട് പോയെന്നുള്ള. ആ, ഭയങ്കര അതെ. അടിപൊളിയായിരുന്നു. അത് പുള്ളി പ്രതീക്ഷിക്കാതിരുന്ന ഒരു സാധനമായിരുന്നു. പുള്ളി മറ്റേ ഓൺ സ്ക്രീൻ സ്മോക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ പോളിസി വരെ ആ പടത്തിന് ബ്രേക്ക് ചെയ്തു. ഹി വാസ് ആ, സ്മോക്കിംഗ്, ഹി വാസ് സ്നോട്ടിങ് കൊക്കെയിൻ സംതിങ്. അപ്പം വിക്രത്തിനെ ചോദിച്ചതാണ് ആ റോളിലേക്ക്. അത് വിക്രം ചെയ്തില്ല. വിക്രമാണേലും ചിലപ്പോ നല്ലതായിരുന്നു, അറിയില്ല. പക്ഷെ എനിക്ക് സൂര്യയുടെ ഇത് ഈ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല എഫക്റ്റ് രസമുണ്ട്. വരുമെന്ന് അറിഞ്ഞൂടാ. അറിയത്തില്ല. അത് അജിത്ത് ചെയ്യണമായിരുന്നു തൈലക്സ്. ആ. അല്ല, അജിത്ത് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ വേറെ രീതിയാണ് പുള്ളി. അത് മറ്റേ അജിത്തിന് അശോകയിലൊക്കെ അത് കണ്ടു അജിത്തിന് വലിയ പാടൊന്നും വരത്തില്ല. കാരണം ആ, ഫോർ ഹിം ഇറ്റ് വിൽ ബി വെരി ഈസി. കാരണം പുള്ളിക്ക് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്താല് ഇറ്റ്സ് എ കേക്ക് വാക്ക് ഫോർ ഹിം. അതാണ് സത്യം. പക്ഷെ അജിത്ത് ചെയ്തിരുന്നെങ്കിൽ ആ പടത്തിന്റെ പുറത്ത് വരുന്ന വെയിറ്റും ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അത് ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കര വെയിറ്റ് ആയിപ്പോ. പുള്ളി ചെയ്യത്തുമില്ല, അത് വേറെ കാര്യം. പുള്ളി അതെ. എന്തായാലും അങ്ങനെ ഒന്നും വന്ന് ചെയ്യത്തില്ല. അപ്പം ഇത് പിന്നെ കമൽ and സാറിന് വേണ്ടി പുള്ളി അങ്ങ് ചെയ്തതാണ് സൂര്യ. അപ്പം ആ നന്നായി. പടം ഫുള്ള് ഉലകനായകൻ ഫാൻസ് ആണ് ആ പടത്തിൽ. സോറി, ആ, ഉലകനായകൻ അതെ. അല്ലല്ലോ ഇപ്പം. അല്ല, ആ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞത് വിളിക്കാൻ പാടില്ല. ശരിയാണ്. പറ്റത്തില്ല. അതെ. കറക്റ്റ്. ഇപ്പം വിൺവിളി നായകനായി. അല്ല, അതെ. അങ്ങനെ അല്ല, പുള്ളിക്ക് ഒരു ടൈറ്റിലും വേണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ പുള്ളി അത് പറഞ്ഞിരിക്കുന്നത്. അത് പുള്ളി കേച്ചിലോ പുള്ളി അങ്ങനെ പലതും പറയും, പക്ഷെ നമ്മൾ അതേ വിളിക്കുള്ളൂ. ആണോ? അത് പറയാൻ ശീലിച്ചു പോയി. എന്ത് ചെയ്യാൻ? ആണ്ടവർ ഉലകനായകൻ എന്നൊക്കെ വിളിച്ച് ശീലിച്ചു. ഇനിയിപ്പോ അത് മാറ്റാൻ Yes. പറ്റില്ല. 24 ശേഷം എന്താ വന്നത്? അത് 24 24 കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. പിന്നെ പുള്ളിക്ക് ഹിറ്റുകളൊന്നും ഇല്ല. ഞാനോ 24 ശേഷമാണ് 24 മറ്റേ ആക്ച്വലി ഹിറ്റ് എന്ന് പറയാൻ കാര്യം അത് 100 കോടി അടിച്ചു. പക്ഷെ ബഡ്ജറ്റ് 10-70 കോടി ഉള്ളത് കൊണ്ട് അതൊരു ഫ്ലോപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ. ശരി. അപ്പം അത് കഴിഞ്ഞിട്ട് അല്ല നമ്മുടെ സിംഗം 3 ആയിരുന്നു. നല്ല മികച്ച അയ്യോ, പടം. നല്ല ഇടിവെട്ട് പടമായിരുന്നു. മറ്റൊരു മറ്റേ അപരാധം എന്ന് പറയുന്നത്. വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കാമിനെ പറ്റിയിട്ടൊരു പടം. അല്ല, എന്തിനാ അങ്ങനെ അതിന്റെ ആവശ്യം എന്തായിരുന്നു? അത് നല്ലൊരു ആദ്യത്തെ പടം നല്ലതല്ലായിരുന്നു. പിന്നെ എന്തിനാ മനുഷ്യനെ വെറുപ്പിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ. അത് എന്താ ഹരിസാറിനെ പറ്റിയ ചില എന്താ പറയുന്നത് ക്രിയകൾ പറയുന്നത്. ഹരിസാർ ഒരു കളി കളിച്ചത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിംഗത്തിൽ നിന്ന് DSP എടുത്ത് മാറ്റിയിട്ട് ഹാരിസ് ജയരാജിനെ എടുത്തിട്ടിട്ട് ആ, സാമി 2-ന്റെ അകത്തോണ്ട് DSP ഇട്ടിരിക്കുന്നു. അയാളെ എന്നെ ചെയ്യണം അയാള്. നല്ലതല്ലേ? അതുകൊണ്ട് രണ്ടും നല്ല മികച്ച ഇതായി മാറിയില്ലേ? എടാ, ഹാരിസ് ജയരാജിനെ എവിടെ ഇട്ടാലും കുഴപ്പമില്ല. സാമിയിൽ നിന്നൊന്നും ഹാരിസ് ജയരാജിനെ മാറ്റരുത്. ഹാരിസ് ജയരാജൊക്കെ അതിന്റെയൊക്കെ മെയിൻ ആയിരുന്നു. ആ മ്യൂസിക് ആ സാധനമൊക്കെ ഹാരിസ് ജയരാജ് ഉണ്ടാക്കിയ സാധനം. സിംഗത്തിന്റെ അകത്ത് DSPയും പൊളിച്ചില്ലായിരുന്നു. എന്നിട്ട് പക്ഷെ അത് പുള്ളിനെ DSP കൊണ്ട് തന്നെ. മാറ്റിയിട്ട് പക്ഷെ അതില് ഇപ്പം മറ്റേ പാട്ടായിരുന്നു സിംഗത്തിലെ മെയിൻ. സിംഗം ഡാൻസ് സിംഗം 2-ല് ലെറ്റ്സ് സിംഗം സിംഗം ഡാൻസ്. എടാ, പക്ഷെ അത് സിംഗം ഡാൻസ് അല്ല, ലെറ്റ്സ് സിംഗ് ആൻഡ് ഡാൻസ് എന്നാ പറയുന്നേ. സിംഗം ഡാൻസ് എന്നാ ഓർക്കുന്നത്. അതാണ് ലെറ്റ്സ് സിംഗ് ആൻഡ് ഡാൻസ് എന്നാ പറയുന്നതിന്റെ അത് അകത്ത്. ചിലപ്പോ അത് പണ്ണായിട്ട് യൂസ് ചെയ്തതായിരിക്കും. മനസ്സിലായി. ആയിരിക്കും, രണ്ടും രണ്ടും വരുമല്ലോ, സിംഗം അത് ഡാൻസ് കൽബിലെ തീ സിംഗം പോലെ ഡാൻസ്. ആയിരിക്കും. Yeah. അതെ അതെ അതെ, കറക്റ്റ്. Yes. അപ്പം അതാണ്. പിന്നെന്താ വന്നേ? സിംഗം 3 കഴിഞ്ഞിട്ടാണ് ഇത് ഇത് ഞാൻ വന്നേ, കേട്ടിട്ട് പോലും ഇല്ല. അടുത്ത പടത്തിന്റെ പേര് താന ചേർന്ന കോട്ടവോ? ഏത് TSK. പടം? കൂട്ടം. കോട്ട അല്ല, കൂട്ടം. ഓ, അത് കൂട്ടം. വിഘ്നേഷിന്റെ പടം. അത് ആക്ച്വലി സ്പെഷ്യൽ സ്പെഷ്യൽ 26 എന്ന് പറഞ്ഞ 26. ഓ, അതായത് റീമേക്ക് ട്വിസ്റ്റ് കേട്ടോ. പടം റീമേക്ക് ചെയ്തതാണ്. അക്ഷയ് കുമാറിന്റെ ഒരു പടം ഒരാൾ റീമേക്ക് ചെയ്യണമെങ്കിൽ ആ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ സ്പെഷ്യൽ 26 ആക്ച്വലി നല്ല പടമാണ്. അല്ല, ആക്ച്വലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അത് ശരിക്കും നടന്ന ഒരു സംഭവം. അതായത് ഒരു ഫേക്ക് CBI റെയ്ഡിന്റെ പേരിൽ നടന്ന സംഭവം. പക്ഷെ അത്
അതിന് ആക്ച്വലി കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. വിഘ്നേഷ് ശിവനും സൂര്യയും കൂടെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് എറിച്ചില്ല. പിന്നെ അതിന്റെ അകത്തെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. മറ്റേ സൊടക്കും മേലെ അതതിന്റെ ഓ അത് അതിനകത്തുള്ള പാട്ടാണോ? ഓ ഓക്കെ. ഞാൻ പറഞ്ഞേ ഐ മിസ് ദാറ്റ് അനിരുദ്ധ്. അതായിരുന്നു അനിരുദ്ധിന്റെ പവർ പാട്ട്. സൊടക്കായിരുന്നു അനിരുദ്ധിന്റെ പവർ പക്ഷെ പാട്ട്. അതിന്റെ ഒറിജിനൽ വെർഷനേക്കാളും നമ്മുടെ ഇസൈപ്പുയൽ ജഗദീഷ് പാടിയതാണ്, ജഗ്ഗുബായ് പാടിയതാണ് എനിക്കിഷ്ടം. കോമഡി സ്റ്റാർസിൽ പുള്ളി അതൊന്ന് റീക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ ജഗ്ഗുബായ് ഞാൻ ഏത് ജഗ്ഗുബായ്? പക്ഷെ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു സൊടക്കുമേലയുടെ ഇച്ചിരി മേളില് കബാലിയുടെ ആണ്. അല്ല, കബാലിയാണ് ഒബിയസ്ലി ഹൈ എനർജറ്റിക് നെറുപ്പിടാൻ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ എന്നാലും സൊടക്ക് മേലെ എനിക്ക് ഇതിന്റെ വെർഷനാണ് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. ജഗദീഷ് സാറിന്റെ വേർഷൻ ആണോ നിനക്ക് ഇഷ്ടം? പിന്നെ പുള്ളി ഒരു ജഗ്ഗു വേർഷൻ. ഓ അത് പറയുമ്പോഴേ നമ്മള് ആക്ടേഴ്സ് ടേൺഡ് സിംഗേഴ്സ് ഒരു ടയർ ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ജഗദീഷിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പുള്ളി ഉണ്ടായില്ലേ? പുള്ളിനെ കൊണ്ടുപോയിട്ട് എവിടെയായിരുന്നു കൊണ്ടിട്ടത്? എവിടെ കൊണ്ടിട്ടതെന്ന് അറിയണമെങ്കിൽ പോയി കാണുന്ന എപ്പിസോഡ് അല്ലേ? തീർച്ചയായിട്ടും. ലാലിനെ പറ്റി പറഞ്ഞോ? ലാലിനെ പറ്റി പറഞ്ഞു. ലാലുണ്ടായിരുന്നു, മറ്റേ ഹണിബീന്റെ പാട്ടൊക്കെ പറഞ്ഞു. മെഫില് കുഴക്കുന്ന പെണ്ണ്. അതിന് ഈ താനാസേറിന്റെ കൂട്ടത്തിന് ശേഷം വന്നത് സിംഗം 3. സിംഗം 3ക്ക് ശേഷം എന്താ വന്നത്? ഓക്കെ, അത് ആക്ച്വലി നമ്മളൊന്നും പറയാറായിട്ടില്ല സിനിമയെ പറ്റിയിട്ട്. ഇപ്പോഴും പറയാറായിട്ടില്ലെന്ന് എന്റെ ഒപ്പീനിയൻ. കാരണം ആ സിനിമ മേ ബി ഇൻ ദ ഫ്യൂച്ചർ പീപ്പിൾ വിൽ ബി ഏബിൾ ടു എന്താ പറയുക. അതെ, എനിക്ക് അതിനകത്ത് അമ്മ മാത്രമേ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ഓവർ ആക്ടിങ് ഒഴിച്ചാൽ ബാക്കി എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലായിരുന്നു. അല്ല, ആ സിനിമയുടെ അതെന്താ പറയാ, സെൽവരാഘവനും സൂര്യയും കൂടെ സിനിമ ചെയ്യാന്ന് പറയുമ്പോ എക്സ്പെക്ടേഷൻ വാസ് സോ ഹൈ. എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് ഓക്കെ സെൽവരാഘവനും സൂര്യ, അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരേണ്ടവരാണ് എന്ന് എല്ലാരും ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവം. അതിന്റെ ഫസ്റ്റ് ലുക്ക് ഒരുമാതിരി ചെഗുവേര ടൈപ്പ് ഒരു ലുക്ക് പോലത്തെ ഒരു ഇതുമായിരുന്നു. അപ്പൊ എന്തോ ഭയങ്കര റെവല്യൂഷണറി എന്തോ സംഭവമാണ്, എന്തോ അങ്ങനത്തെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ആ പടത്തിന്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഒറ്റ വാച്ചിൽ മനസ്സിലായില്ലായിരുന്നു ആ പടം. ഞാൻ അത് 2-3 വട്ടം കണ്ടായിരുന്നു ആ പടം. കൊറേ എന്നുവെച്ചാൽ ചില ഇതൊക്കെ ഭയങ്കര കൊറേ അണ്ടർടോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും കണ്ടാലും നമുക്കത് പ്രോപ്പറായിട്ട് ഇതാവുള്ളൂ. കാരണം ഇതിപ്പം നമ്മൾ ഈ സൂര്യയുടെ ഈ ഡിസ്കഷനിലേക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എന്തോ ആ പടം റീവിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ റീസെന്റ് ആ പടം കാണുമ്പോഴും അതിൻ്റെ അകത്ത് എന്താ പറയാ, അതിൻ്റെ അകത്ത് ഒരു ആക്ഷേപഹാസ്യം പോലെ ഒരു സംഭവം ഉണ്ട്. ആ ഡയലോഗ്സ് ഒക്കെ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് ഓവറായിട്ടൊക്കെയാ സംസാരിക്കുന്നത്. കത്തിക്കറ തലവറ എന്ന് പറയുന്നതും മറ്റേ ഈ സായി പല്ലവിയും രാകുൽ പ്രീത് സിംഗും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിന്റെ അകത്ത് അവൾ എക്സ്പ്രസ് ചെയ്ത് ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ. സോ അതും ഈ പുള്ളി മരിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ആ പാട്ട് ഉണ്ടല്ലോ, മറ്റേ പാട്ട് അത് ഇതൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാം ഈ NGK'ക്കകത്താണെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. ഒരു യെല്ലോ ലൈറ്റും ഗ്രീൻ ലൈറ്റും എന്നുള്ള ഒരു കോമ്പിനേഷൻ ഫുൾ. സെൽവരാഘവൻ പടങ്ങളിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് പെർഫോമൻസ് വൈസ് ഓൾസോ സൂര്യയുടെ കണ്ണിന്റെ അകത്ത് ഒരു ഭയങ്കര ഈവിൾനെസ് നമുക്ക് ആ പടം പോകുന്തോറും നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. ലൈക്ക് ഹി വാസ് ടേണിംഗ് ഇൻടു എ റിയലി ഈവിൾ പേഴ്സൺ. അച്ഛനും അമ്മേനെയും കൊല്ലാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും പുള്ളി ഒന്നും ചെയ്യാതെ അത് പുള്ളിയുടെ പൊളിറ്റിക്കൽ മോട്ടീവായിട്ട് യൂസ് ചെയ്തു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കൊന്ന് NGK റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ക്രിട്ടിക്സ് രണ്ടാമത് കണ്ടിട്ട് ആ പടത്തിനെ പറ്റിയിട്ടുള്ള റിവ്യൂ മൊത്തത്തിൽ മാറ്റി എഴുതുകയൊക്കെ ചെയ്തിരുന്നു. കാരണം കുറെ പേര് കണ്ടിട്ട് ഈ സെൽവരാഘവൻ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇടേണ്ടി വന്നു. അതൊരു ഗതികേടാ സത്യം പറയാം ഒരു ഡയറക്ടറിന്റെ. അപ്പം പുള്ളി പറയുന്ന ബേസിക് കാര്യം എന്താ പറയാ, ഹീസ് നോട്ട് എനിമോർ റെഡി ടു സ്പൂൺ ഫീഡ് ദി ഓഡിയൻസ്.
അതായത് ഓഡിയൻസ് ബ്രില്യന്റ് ആണെന്നാ പുള്ളി വിശ്വസിക്കുന്നത്. ഓഡിയൻസിനെ മണ്ടനായിട്ടല്ല പുള്ളി കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഈ പടവും നെഞ്ചം മറപ്പതിലെയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ NGKയുടെ കാര്യത്തിൽ അതാ സംഭവിച്ചത്. പിന്നെ NGKക്ക് ശേഷം എന്താ വന്ന് കാപ്പാൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, പടമായിരുന്നു തോന്നുന്നു. ലാസ്റ്റ് പടമായിരുന്നു. ആൻഡ് കാപ്പാൻ ഓൾസോ ഷുഡ് ഹാവ് റിലീസ്ഡ് സം, അത് പണ്ടായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ മേ ബി ആ പടം, ദാറ്റ് മൂവി വുഡ് ഹാവ് ബീൻ സംതിങ്. അതിൻ്റെ അകത്ത് ഒരു കോർപ്പറേറ്റ് ഗെയിമും ഈ പറയുന്ന മറ്റേ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള മറ്റേ എന്താ വെട്ടുക്കിളിയല്ലേ, ഉണ്ടാക്കിയതും അതൊക്കെ, those concepts and all those stuff were really nice. പക്ഷെ എന്തോ it didn't work out. എനിക്ക് പേഴ്സണലി എനിക്ക് ആ സിനിമ അത്ര വർക്ക് ഔട്ട് ആയില്ല. തന്നെയാണ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞത്. കങ്കുവയ്ക്കകത്തിലും കോൺസെപ്റ്റ്സ് ഉണ്ട്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തതാണ് പ്രശ്നം. ശിവ എത്ര മുക്കിയാലും പാടാ. അത് മറ്റേ ആരാ നമ്മുടെ വടിവേല് പറഞ്ഞത്, എവളെ മുക്കിനാലും നടക്കാത് പറയുന്നത്. പുള്ളിക്ക് ഈ സിരുത്തെ വിശ്വാസം, വീരം പോലുള്ള പടമൊക്കെ കറക്റ്റ് ആണ്, പെർഫെക്റ്റ്. അത് ഞാൻ പറയട്ടെ, പണ്ട് വിക്രമൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തോണ്ടിരുന്ന പടങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാം മറ്റേ ഇച്ചിരി ഇമോഷണൽ ഫാമിലി സെന്റിമെന്റ്. പുള്ളി അത് വിട്ടുള്ള ഒരു കളിയും കളിച്ചിട്ടില്ല. അല്ല, അത് ഈ ഭരദ്വാജ് രംഗന്റെ ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട് ഈ ശിവയോട്, ഇപ്പൊ എന്താ, അതായത് നോർമലി പുള്ളി ആ ഒരു റിലേഷൻഷിപ്പ് ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരു പരിപാടിയാണല്ലോ പുള്ളിക്കുള്ളത്. ഉണ്ട്, പക്ഷെ ഇത് മാസമായിട്ട് ഇച്ചിരി വലിയൊരു ക്യാൻവാസിലാണല്ലോ എടുത്തേക്കുന്നത്. എന്തുകൊണ്ട് മാറി എന്ന് ചോദിച്ചപ്പോ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ ജോൺറയും എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് 5-6 കഥയൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരെണ്ണമായിരിക്കും അടുത്ത അജിത്തിനെ വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, വയ്യായിരിക്കും. അപ്പം കാപ്പാന് ശേഷം സൂര്യരെ പോട്രു, പിന്നെ സൂര്യരെ പോട്ടർ എന്റെ ഒരു ഒപ്പീനിയൻ വ്യക്തമായിട്ട് പറയാം. എനിക്ക് ഇർദി സുട്രു ആണ് ഞാൻ പുള്ളിക്കാരുടെ ആദ്യമായിട്ട് കാണുന്ന പടം. ആൻഡ് ഐ വാസ് കംപ്ലീറ്റ്ലി സോൾഡ്. എനിക്ക് അതിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, അതിൻ്റെ പെർഫോമൻസും ആസ് എ മൂവി ഓൾസോ ഇറ്റ് ഈസ് സോ ഗുഡ്. ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് പുള്ളിക്കാരി ഒരു മണിരത്നത്തിന്റെ അസിസ്റ്റന്റ് ആവാനുള്ള, എനിക്കത് മണിരത്നത്തിന്റെ അസിസ്റ്റൻസിൽ ഏറ്റവും നല്ല സക്സസ്ഫുൾ ഡയറക്ടർ മേ ബി ഇറ്റ് മൈറ്റ് ബി സുധാ കുങ്കാര. ബിജോയ് നമ്പ്യാർ ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷെ സുധാ കുങ്കാര സോളോ ഒക്കെ എടുത്ത ആള്, പോർ എന്ന് പറഞ്ഞ സിനിമ എടുത്ത്. സോ ലൈക് സുധാ കുങ്കാര ഇസ് എ പ്രോപ്പർ മണിരത്നം ഫാൻ പ്ലസ് പ്രോപ്പർ സ്റ്റുഡന്റ് ഓഫ് മണിരത്നം. അത് സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോഴത്തേക്കും ഇത്രയും എന്താ പറയുന്നത്, എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തായിരിക്കും പടം, എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് അത് റിലീസ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഓൺലൈൻ ക്ലാസ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ആ സിനിമ മൊത്തം ഇരുന്ന് കാണുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ ഐ വാസ് സോ എൻഗേജ്ഡ്. എനിക്ക് ആ സിനിമയ്ക്കകത്ത് കുറെ എൻ്റെ കണ്ണ് നിറഞ്ഞ കുറെ മൂമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ സീനൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ കാലത്തും ഇമോഷണൽ സീൻസ്, ഈ അനാവശ്യമായിട്ടുള്ള പാസം കുത്തി കയറ്റാതെ നല്ലതായിട്ട് എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു സിനിമയാണ് അത്. നീ കങ്കുവയ്ക്കിട്ട് താങ്ങിയതല്ലേ, ഞങ്ങക്ക് മനസ്സിലായി. കങ്കുവയ്ക്കത്ത് മാത്രമല്ല, മറ്റേ എന്താ പറഞ്ഞ അമ്മ സാപ്റ്റ് 6 നാളാച്ചെന്നുള്ളത്. എന്റെ പൊന്നു, ഇതിനകത്ത് എനിക്ക് ഞാൻ കണ്ണു നിറഞ്ഞ ഒരു സീൻ ഞാൻ മേജർ ആയിട്ട് പറയാം. അതിനകത്ത് ടിക്കറ്റ് കിട്ടാഞ്ഞത് ഐ ഫെൽറ്റ് മോർ ആംഗ്രി അബൌട്ട് ഇറ്റ്. പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞു പോയൊരു സംഭവം എന്ന് പറഞ്ഞാല്, അതിൻ്റെ അകത്ത് സൂര്യയുടെ അപ്പൻ ക്യാരക്ടർ സൂര്യയോട് സംസാരിക്കാൻ വേണ്ടി പുള്ളിക്ക് വയ്യ, പുള്ളി നടന്ന് ഫോണിന്റെ അടുത്തോട്ട് വരും. അപ്പം അവര് വിചാരിക്കാതെ ഫോൺ കട്ടായി പോകുമ്പോഴത്തേക്കും സൂര്യയുടെ അപ്പനൊരു സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ആയിട്ടൊരു കാര്യം പറയും. അതായത് ഈ തോറ്റുപോയവനോട് ആരാ സംസാരിക്കാൻ പോകുന്നതെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതെന്താ പറയുക, അവന്റെ അപ്പനോട് സംസാരിക്കണം, റീകൺസൈൽ ആവണോന്ന് അവിടെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഫോൺ കട്ടാവുകയും ചെയ്തു. അവിടെ ആ സംഭവത്തിന്റെ റിഫ്ലക്ഷൻ വന്നത് ഇവൻ ഉർവശിയുടെ കാലിൽ അവിടെ കിടന്ന് കരയുമ്പോഴാണ്.
അപ്പം അവനെ പറ്റിയിട്ട് ആ കുഞ്ഞു കുഞ്ഞു കുറിപ്പുകളിലൊക്കെ എഴുതി വെച്ചിരുന്നത് അതൊക്കെ എടുത്തു പറയുന്ന സമയത്ത് അവൻ കരഞ്ഞു. അത് എനിക്ക് സത്യം പറഞ്ഞാൽ സൂര്യയാണോ ഉർവശിയാണോ ബെറ്റർ എന്ന് എനിക്ക് അതിന്റെ അകത്ത് അത് ഞാൻ പറയാനേ പറയാൻ പറ്റില്ല. വരുമായിരുന്നു. ഉർവശി എക്സ്ട്രോർഡിനറി ആണ് ഇതിനകത്തിൽ. ഐ മീൻ എല്ലാരും എന്താണ് നമ്മുടെ ബൊമ്മിയുടെ ക്യാരക്ടർ അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഊർവശിയെ കുറിച്ച് അത്ര സംസാരിച്ചിട്ടില്ല. പക്ഷെ ഊർവശിയുടെ ക്യാരക്ടർ എക്സ്ട്രോർഡിനറി ആയിരുന്നു. ഒയ്യോ. ആ ഭയങ്കര നല്ല. സീനും പിന്നെ അതിന്റെ അകത്തൊരു ഒരു പെർട്ടിക്കുലർ സീനുണ്ട്. സൂര്യയുടെ ഭാര്യയോട് കടം ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ഇച്ചിരി ആ ഹെസിറ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ആ സീനൊക്കെ എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത്. അതിന്റെ അകത്ത് അതൊരു യു കാൺ മേക്ക് ഇറ്റ് മോർ റിയലിസ്റ്റിക്. അതും ഈ എന്താ പറയാ ഒരു ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഐ ഡോണ്ട് ലൈക്ക് ടു അഡ്രസ് ഹെർ ലൈക്ക് ദാറ്റ്. പക്ഷെ സുധാ കൊങ്കാര brought a female gaze to a incredibly written male character. അത് എന്ത് കിടിലാട്ടോ. ഒരു സ്ത്രീ എഴുതിയ ഒരു പുരുഷ കഥാപാത്രം. ആൻഡ് എന്താ പറയുക, സൂര്യ ഭയങ്കര ഹീസ് വെരി മാൻലി, ഹീസ് വെരി പാഷനറ്റ്, ഹീസ് വെരി എന്താ പറയുന്ന ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള ആള്. എന്തൊക്കെ പറഞ്ഞാലും വിട്ടുകൊടുക്കത്തില്ല. അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, മറ്റേ തുടക്ക സീൻ തന്നെ സൂര്യ പറയുന്നുണ്ടല്ലോ, ഒത്ത ലാൻഡ് പണ്ടറാന്ന് പറയുന്നുണ്ട്. തെറി പറഞ്ഞാ തുടങ്ങുന്നത്. ആ സീനൊക്കെ അടിപൊളിയാ. ഐ വാസ് തിങ്കിങ് ഇത്രയും ആണുങ്ങളായ മറ്റേ ഇത്രയും ഡയറക്ടേഴ്സ് ഉണ്ടായിട്ട് അവർക്ക് ആർക്കും എഴുതാൻ പറ്റാത്ത പോലത്തെ എന്താ പറയുന്നത്, ഇത്രയും കിടിലൻ സീൻ ഒരു വുമൺ വാസ് ഏബിൾ ടു റൈറ്റ്. ഈ റോളക്സിന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ ഈ അതിന്റെ അകത്ത് സിഗരറ്റ് വലിയുടെ ഇത് ബ്രേക്ക് ചെയ്ത പോലെ തന്നെ ഇതില് തെറി പറയുന്നതും പുള്ളി ബ്രേക്ക് ചെയ്ത റോളാണ് ഇതിന്റെ അകത്ത്. ആക്ച്വലി ഇതിന്റെ അകത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു സൂര്യ റിപ്പോർട്ടിൽ. അത് ഏതാ അറിയാം, ഇവരുടെ മറ്റേ മേജറിന്റെ ഒരു സിഗാർ മേടിച്ച് വലിക്കുന്നത്. പക്ഷെ അത് ട്രെയിലറിന്റെ അകത്തോ ടീസറിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ടീസറിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് മേക്കിംഗ് വൈസ് ആണെങ്കിലും ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫിലിം, ഇറ്റ് വാസ് സോ വെൽ മെയ്ഡ്. കഷ്ടല്ലേ അത് തിയേറ്ററിൽ വരാതിരുന്ന ഭയങ്കര ഒരു നഷ്ടമായി. ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം എന്താ, പുള്ളിക്ക് നഷ്ടം, എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം, എല്ലാവർക്കും. കാരണം ഈ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സർഫീറ ഹാഡ് എ ഗുഡ് ക്രിട്ടിക്കൽ റിവ്യൂ. അതായത് സൂര്യ റിപ്പോർട്ടിന്റെ ഹിന്ദി ഇല്ലേ, കുറെ പേര് തിയേറ്ററിൽ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു ശരിക്കും സൂര്യ റിപ്പോർട്ടർ തിയേറ്ററിൽ വരേണ്ട പടമായിരുന്നു. സർഫീറ ഗോട്ട് എ ഗുഡ് റിവ്യൂ ആക്ച്വലി. ഭയങ്കര നല്ല റിവ്യൂ ആയിരുന്നു. പക്ഷെ എനിക്ക് അക്ഷയകുമാറിനെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നല്ല പടം ചെയ്തിട്ട് പോലും പുള്ളിക്ക് ഒരു യോഗം ഇല്ലാണ്ടായി. പക്ഷെ ഞാൻ പറയട്ടെ, സൂര്യ റിപ്പോർട്ടർ ഇപ്പൊ തിയേറ്ററിൽ റീ റിലീസ് ചെയ്താൽ ഞാൻ പോയി കാണും. കാരണം ഐ വോണ്ട് ടു വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. അത് ഭയങ്കര നൈസായിട്ട് എടുത്തത്. അത് ഈ പരേഷ് റാവൽ ആണെങ്കിലും ഒരു ഹിന്ദിന്ന് വന്ന് അഭിനയിച്ച ആളുടെ ഒരു ഓക്വേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. സോ അത് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. സൂര്യ റിപ്പോർട്ടറിന് ശേഷമല്ലേ ജയ്ഭീം വന്നത്. അതൊരു കഷ്ടമല്ലേ, പുള്ളിയുടെ നല്ല പടം എല്ലാം കൂടെ കൊണ്ട്. പക്ഷെ ജയ്ഭീം എനിക്ക് സൂര്യനേക്കാളും കൂടുതൽ അതൊരു ലിജോമോ അത് ശരിക്കും അത് പുള്ളിക്കാരിയുടെ പടം. ഇറ്റ്സ് ഹെർ ഫിലിം. ഇറ്റ്സ് നൺ ഓഫ് ലൈക്ക് അതിന്റെ ആണുങ്ങളെക്കാൾ കൂടുതൽ അവരാ പെർഫോം ചെയ്ത അവരുടെ പടമാണ്. ലിജോമോളുടെ പടമാണ്. ഷീ കിൽഡ് ദ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു തമിഴ്, അത് മലയാളിയായിട്ട് നമുക്ക് എവിടെ ഒരു പോയിന്റ് പോലും നമുക്ക് തോന്നത്തില്ല. ആ ഡയലോഗ് ഡെലിവറിയും ആ പുള്ളിക്കാരിയുടെ അഭിനയം എല്ലാം സോ ഓൺ പോയിന്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. അതിലൂടെയാണ് മറ്റേ ഇരുളർ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും പല ഇതും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ അവരപ്പ അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം നല്ല അങ്ങനെയാണ് വേട്ടയൻ എടുത്തത്, ജയ്ഭീം എടുത്ത ഡയറക്ടർ. സൂര്യ അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ കാണിച്ച ഒരു മനസ്സ് ഭയങ്കരമാണ്, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഹി ഡിഡ് എ ഗുഡ് ജോബ്. ആൻഡ് പിന്നെ ഈ അതിനുശേഷല്ലേ എതർക്കും തുനിന്തവൻ വന്നത്. അതിനകത്തില് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, മര്യാദക്ക് എടുത്തിരുന്നെങ്കിൽ അത് ശരിയായേനെ. മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പടം മൊത്തത്തിലൊരു
എനിക്കറിയില്ല. പറയാതിരിക്കുന്നതായിരിക്കും ഭേദം എന്ന് തോന്നുന്നു. ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാ പടം. ഞാൻ ഓർത്ത് എന്തിനാണ് പുള്ളി ഇതിന് കൊണ്ട് തല വെച്ചത്? അതും ഈ ജൈവീമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അത് ചെയ്തല്ലേ? അതോ അതിന് മുന്നാണോ ഇത് വന്നേ? ജയ്ബീം കഴിഞ്ഞിട്ട്. ഒയ്യോ! പുള്ളിയുടെ ഉം. പ്രോപ്പർ തിയേറ്ററിക്കൽ റിലീസായിട്ട് വന്ന പടമാണത്. പക്ഷെ അതെ അതൊരുമാതിരി അതെ അത് OTT കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തിയേറ്ററിൽ ഉം. തിയേറ്ററിൽ കൊടുക്കേണ്ട OTTയിലും കൊടുത്ത അവസ്ഥയാണത്. യെസ്. ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓ ഈ ചെയ്യുന്നില്ല. നീ പറഞ്ഞ സർഫീര എന്ന് പറയുന്ന പടത്തില് പുള്ളി ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അൺനെയിംഡ് ബിസിനസ്മാൻ ആയിട്ട്. എന്തിനാണാവോ? ഞാൻ ആ ഓ സീൻ കണ്ടിട്ടുണ്ട് ആ പടത്തില്. അത് രസമാണ്. ചുമ്മാ സൂര്യ വന്ന് അക്ഷയ് കുമാറിനെ വെച്ച് കണ്ട് ചിരിച്ചിട്ടൊക്കെ പോകുന്ന ഒരു സീനാണ്. മറ്റേ അത് ശരി. എയർപോർട്ടിലെ ആണോ? ക്ലൈമാക്സിലെ ഒരു സീനില്ലേ. ആഹാ. ഓക്കെ. Yeah. അത് കഴിഞ്ഞിട്ട് And പിന്നെ ഉള്ളത് നമ്മുടെ വിക്രമാണ്. റോളക്സ് ആണ്. റോളക്സ്. Yeah. അത് അഗൈൻ വി ഹാവ് ടു അപ്രിഷിയേറ്റ്. അത്രയും വലിയ നായക വേഷം ചെയ്യുന്ന ഒരാള്, ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ആക്ടർ, അത് Horrifying ചെയ്യാൻ ആയിട്ടുള്ള. കാണിച്ച ഒരു മനസ്സും ധൈര്യവും വി ഷുഡ് അപ്രിഷിയേറ്റ്. കാരണം അത് ഒരുപാട് ആ സിനിമയ്ക്ക് ഒരു ഫൈനൽ എന്താ പറയാ, ഷെഫ്സ് കിസ് പോലെയായിരുന്നു അവസാനത്തെ ആ റോളക്സിന്റെ ക്യാരക്ടർ. അതിന്റെ പീക്ക് മൊമെന്റിൽ കൊണ്ടെത്തിച്ച ഒരു സംഭവമായിരുന്നു. അതും ഈ റോളക്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളി വരുന്നതും പുള്ളിയുടെ ഒരൊറ്റ വെട്ടും പുള്ളി അതേ കയറി നിൽക്കുന്നതും പുള്ളി എന്താ പറയുന്നത്, കണ്ണ് കാണുമ്പോ പേടി വരും. ഈ ഫഹദ് ഫാസിലിന്റെ കണ്ണിന്റെ കാര്യം പറഞ്ഞില്ല, സൂര്യയുടെ കണ്ണുകൊണ്ടുള്ള അഭിനയം ഇസ് he can be charming at the same time he can stare you at like a snake or like a devil. അത് ഈ രക്തചരിത്ര എന്ന റോള് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. രക്തചരിത്ര 2-ല് കണ്ടിട്ടില്ലാത്തവരത് കാണണം. പുള്ളി നോക്കാൻ ശ്രമിച്ചു, പക്ഷേ കങ്കുവ അത് എന്താ ചെയ്യ, ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ട വന്നു കങ്കുവ കണ്ടിട്ട് അതിന്റെ ക്ഷീണം മാറ്റാൻ. നമ്മള് ബേസിക്കലി ഇപ്പൊ ഈ വീഡിയോക്കകത്ത് ഇത്രയും പറഞ്ഞ എന്താന്ന് വെച്ചാല്, ദിസ് ഇസ് ലൈക്ക് ടു റിമൈൻഡ് ഹൂ സൂര്യ ഇസ് ആൻഡ് വാട്ട് വി വോണ്ട് ഫ്രം സൂര്യ എന്നുള്ളത് ഇതല്ല. കാരണം നമുക്ക് സക്സസ് ആയി ഫെയിലായി എന്നൊക്കെ പറഞ്ഞാലും കുറെ പടങ്ങൾ നമുക്ക് ഇതുപോലെ വെറൈറ്റി പടങ്ങൾ ചെയ്യുന്ന ഒരു നടൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തന്ന ഒരാളല്ലേ. ഓ ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പടം പറഞ്ഞിട്ട് നമ്മള് പുള്ളിയുടെ ഫസ്റ്റ് പടം പറഞ്ഞില്ല, നേർക്ക് നേർ എന്ന് പറയുന്ന ഒരു പടം. അത് വിജയുടെ കൂടെയുള്ള പടമായിരുന്നു. അത് നമ്മൾ രണ്ടുപേരും വിജയുടെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ആ പടത്തിന്റെ അകത്ത് പുള്ളി വരുന്ന സമയത്ത് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പുച്ഛിച്ചിട്ട് ആ ആളാണ് ഹി ഗ്രൂ ആസ് എൻ ആക്ടർ. പുള്ളിയെ തന്നെ ഒരുപാട് ബെറ്റർ ആക്കി. ആൻഡ് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ള ഒരു നടനായിട്ട് പുള്ളി മാറുകയും ചെയ്തു. വിച്ച് വാസ് ആക്ച്വലി ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ടോക്ക്. അതും കേരളത്തിൽ പുള്ളി ഫാൻസിനെ ഉണ്ടാക്കി, തെലുങ്കിൽ പുള്ളിക്ക് ഫാൻസ് ഉണ്ട്. സോ ഹി ക്രിയേറ്റഡ് എ ഹ്യൂജ് മാർക്കറ്റ് വിച്ച് എന്താ പറയുക, പുള്ളിയുടെ കണ്ടംപററീസിന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു മാർക്കറ്റ് പുള്ളി ഉണ്ടാക്കിയെടുത്തു. അത് നീ പറയുമ്പോഴാണ് ഓർത്ത്, ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയിരുന്നപ്പോഴേ, ഞങ്ങള് UK-ലാണല്ലോ, ഇപ്പൊ ഇത്ര ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു തിയേറ്റർ, ഒരു സീറ്റ് പോലും ഒഴിവില്ലാതിരിക്കുവായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഷോ അല്ല കണ്ടത്, ഒരു അന്ന്, അതായത് ഫസ്റ്റ് ഡേയിലായിരുന്നു, പക്ഷെ ഒരു തേർഡ് ഷോ ഒക്കെ ആയിരുന്നു. അപ്പം നിറച്ചും എനിക്ക് തമിഴ് സംസാരിക്കുന്ന ഒറ്റ മനുഷ്യനെ എന്റെ അടുത്തിരുന്നത് 2 മലയാളികളാണ്, എന്റെ അപ്പുറം ഇപ്പുറം. ബാക്കിലിരുന്ന മൊത്തം തെലുഗു കന്നഡ ആൾക്കാരെ. ഞാൻ തമിഴ് സംസാരിക്കുന്ന ഒറ്റ മനുഷ്യനെ പോലും അവിടെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ സൂര്യ ഫാൻസ്. അതെന്നറിയോ, ഈ തമിഴന്മാർക്കും ചിലപ്പോ മലയാളികൾക്കും ഒരു പക്ഷേ ഈ ശിവയുടെ മേലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പലരും വരാൻ സാധ്യത കുറവാണ്. അതായിരിക്കാം. നിറച്ച് തിയേറ്റർ മൊത്തമായിരുന്നു, പക്ഷെ തമിഴിയൻസിനെ ഞാൻ കണ്ടതേ ഇല്ല, ഞാൻ കേട്ടില്ല. ബിക്കോസ് എല്ലാരും ഇതിന്റെ ഇടയ്ക്ക് ഷോയ്ക്ക് ഇടയ്ക്കിരുന്ന് സംസാരിക്കുക, ആരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലും നമുക്കൊന്നും കേൾക്കത്തില്ല. കാരണം എന്റെ ചെവിയൊക്കെ അടിച്ചു പോയി കുറെ നേരം കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അടിച്ചു പോയി, ഭയങ്കര സൗണ്ട്. അപ്പം ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും ഇവർ ഈ സൗണ്ട് കുറച്ചു, തിയേറ്ററുകാരെ തന്നെ സൗണ്ട് കുറച്ചു. അപ്പത്തേനും നമ്മൾ ഡെഫ് ആയ പോലത്തെ അവസ്ഥ, ചെവിക്കകത്ത് എന്തോ കയറിയിരിക്കണം. കാരണം അത്ര സൗണ്ട് കേട്ടിട്ട് പിന്നെ നമ്മളൊന്നും കേൾക്കാത്ത പോലെ തോന്നുമായിരുന്നു. അപ്പം ആൾക്കാർ സംസാരിക്കാൻ നമുക്ക് കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ തമിഴ് പടത്തിന്റെ അകത്ത് ക്യാരക്ടേഴ്സിന്റെ പകുതി പേരുടെയും പേര് തന്നെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഈ മറ്റേ പയ്യന്റെ പേര് കൊടുവൻ എന്നാണെന്ന് ഞാൻ ഓർത്തോണ്ടിരുന്നത്, പിന്നെയാണ് പൊറുവൻ അങ്ങനെ എന്തോ അല്ലേ, പൊരുവനോ.
എനിക്ക് സബ്ടൈറ്റിലൊന്നും ഇല്ലായിരുന്നു. കന്നഡയിലല്ലേ കണ്ടത്? സബ്ടൈറ്റില് കന്നഡയിൽ കാണുന്നത് കന്നഡയിൽ അങ്ങനത്തെ പരിപാടികൾ അങ്ങനെ വെക്കാറില്ല, ഇല്ലേ? അപൂർവമാണ്. ഓ, ആ. നൈസ്. തമിഴ് ഇതുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഓ, തമിഴ് ഇത് അതുണ്ടായിരുന്നു. നൈസ്. അതുകൊണ്ടാണ് എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാനും അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു സീനിൽ ഇത് എന്തുകൊണ്ടാണ് സ്ക്രീനിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോടേന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയിൽ വന്നു. അതുകൊണ്ടായിരുന്നു. അല്ല, തമിഴ് പടത്തിന് ഇവരെന്തിനാ തമിഴില് സബ്ടൈറ്റിൽ ഇടുന്നത്? ഭ്രാന്താണ്. അതെനിക്കറിയാൻ പാടില്ല. അത് തമിഴന്മാർക്ക് വായിക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ. ഐ ഡോണ്ട് നോ. ഓ, അതൊരു പോയിന്റ്. എനിവേ ഈ കാരണം സിനിമ അതിനകത്തില് ആ ലൈക്ക് ഇപ്പം നമുക്കൊരു കങ്കുവ കൊണ്ട് ഈ സൂര്യയുടെ പുറത്തുള്ള ഒരു പ്രതീക്ഷയൊന്നും നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല. കാരണം സി ദേവർ പ്രോജക്ട്സ് ദാറ്റ് വർ ഡ്രോപ്പ് ദാറ്റ് ഇസ് സപ്പോസ് ടു കം. ഇടയ്ക്കൊരു ഒരു റൂമർ അല്ല, ആക്ച്വലി ദർ വാസ് എ ടോക്ക്. അമൽ നീരദ് സൂര്യ വെച്ചൊരു പടം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പഴയ ഏതൊരു മമ്മൂട്ടിയുടെ പടം തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് സൂര്യ നായകനാക്കി. ഞാൻ കേട്ട സത്യമാണെങ്കിൽ സൂര്യയും കമൽഹാസനും കൂടെ ഒരുമിച്ച് വരേണ്ട പടമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. സോ ദർ വർ സെവറൽ ഫിലിംസ് ദാറ്റ് സൂര്യ വാസ് സപ്പോസ് ടു ഡു ആൻഡ് ഇറ്റ് വാസ് ഡ്രോപ്ഡ് ഫോർ അൺനോൺ റീസൺസ്. അല്ല ഇപ്പം ഈ ഇനിയിപ്പം പറയുന്ന പോലെ സുധാ കാർത്തിക് സുബ്രാജ് കൊങ്കാരയുടെ പടമുണ്ട്. പ്രോജക്റ്റും ആ സുധാ കൊങ്കാരയുടെ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ശിവകാർത്തികേയന് പോയത്. പുരാനാനൂർ എന്ന് പറഞ്ഞ പുറനാനൂറ്. പടം. ആ. അത് വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു പടം ആവേണ്ടതായിരുന്നല്ലോ. അത് ദുൽഖർ, സൂര്യ, പിന്നെ സൂര്യ നമ്മുടെ കോംബോ. തമന്നയുടെ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ? അവന്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്കിപ്പോ അങ്ങനെ വരുന്നുള്ളൂ. ഓ വിജയ് വർമ്മ. വിജയ് വർമ്മ വിജയ് വർമ്മ നല്ലതാണ്. വിജയ് വർമ്മ ഈസ് എ വെരി ഗുഡ് ആക്ടർ. വിജയ് വർമ്മ, നസ്രിയ നസീം, ഇപ്പൊ എല്ലാരും കൂടെ വരേണ്ട പടമായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബിൻ സംതിങ്. പക്ഷെ സാഡ്ലി ഐ തിങ്ക് ദാറ്റ് ഓൾസോ ഡ്രോപ്ഡ്. പിന്നെ ഇനിയിപ്പോ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു കാർത്തിക് സുബ്രാജിന്റെയും RJ ബാലാജിയുടെയും പടമാണ്. പിന്നെ മെയിൻ പിന്നെ വാടിവാസൽ. വാടിവാസൽ ഒരു ഗെയിം ചേഞ്ചർ പടമാട്ടോ. എടുത്ത് തീരണ്ടേ? ഇങ്ങനെ ഇപ്പം സെക്കൻഡും കഴിഞ്ഞ് തേർഡിലോട്ട് പോകാൻ പോവാണ്. എനിക്കറിഞ്ഞൂടാ അതെന്താണ് പരിപാടി. വിടുതലെ കഴിഞ്ഞിട്ട് സൂര്യയായിട്ട് എന്തോ ഒരു ചെറിയ കുഞ്ഞു പടം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതെന്താവും? ആക്ച്വലി ലോകേഷുമായിട്ടുള്ള ഇത് വരുന്നുണ്ട്. റോളക്സിന്റെ പടമുണ്ട്. പിന്നെ റോളക്സിന്റെ ഇരുമ്പക്കൈ പടമുണ്ട്. മായാവി കുറെ നാളായിട്ട് പറയുന്നുണ്ട്. ഇരുമ്പ് കൈ മായാവി ആയിരിക്കും ലോകേഷിന്റെ തന്നെ ഏറ്റവും വലിയതും ഡ്രീം പ്രോജക്റ്റ്. അത് ഇരുമ്പ് കൈ മായാവി വാസ് ഓൾസോ അനൗൺസ്ഡ് ലോങ് ടൈം ബാക്ക്. ഒത്തിരി വർഷം മുന്നേ, കൈദിക്ക് മുന്നേ അനൗൺസ് ചെയ്ത പടമാണ്. ഞാൻ അതിന്റെ കോമിക്സ് വായിച്ചിട്ടുണ്ട്, ഈ അയൺ ക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള. അത് നല്ലൊരു പ്രതീക്ഷകളാണ്. പിന്നെ ഗജനി 2-ൽ അദ്ദേഹം ഉണ്ടാകും എന്ന് പറയുന്നു, അമീർ ഖാന്റെ കൂടെ. അതെനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്, എന്താ സംഗതി ഒരു ആവശ്യം തന്നെ ഞാൻ കാണുന്നില്ല. അല്ല, ഈ 2 ഗജനികളെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഈ രണ്ടിന്റെ അകത്തും അസിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും അത് കണക്ട് ചെയ്യുന്നത്? ഓ നൈസ്. ഒരേ സമയം ഒരേ എന്താ പറയുന്ന രീതിയിൽ കൊല്ലപ്പെടുന്ന 2 സിസ്റ്റേഴ്സ് അല്ലേ? അപ്പൊ ഗജനി ട്രിപ്ലറ്റ് ആയിരിക്കുമല്ലോ. അതെ, കറക്റ്റ്. ഗജനി 3 പേരുണ്ട് ഇപ്പൊ. കൊള്ളാം, ട്രിപ്ലറ്റ്സ്. അതെ. ഓ, പുള്ളിയുടെ മറ്റേ ഹിന്ദിക്കകത്ത് ഇരട്ടകളായിരുന്നു. ഒരുത്തനെ കാണാതെ പോയതാണ്. അപ്പൊ 2 ഇരട്ടകൾ, ഒന്ന് തമിഴ്നാട്ടിലും ഒന്ന് മറ്റിടത്തും. എനിക്ക് തോന്നുന്നു അല്ല ഇവര് ചിലപ്പോ ക്വാഡ്രപ്ലക്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവര് 4-മത്തേത് കാമേശ്വരനെ പോലെ വരുമായിരിക്കും. അതാ ഞാൻ പറഞ്ഞേ. അതായത് തമിഴ്നാട്ടില് 2 ഗജനി, പിന്നെ മറ്റേ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളെന്നല്ലേ പറഞ്ഞിരുന്നേ. അയാള് ചെറുപ്പത്തില് അമ്മത്തൊട്ടില് വല്ലതും ഇട്ട് പോയതായിരിക്കും. എന്നിട്ട് പിന്നെ അവൻ തിരിച്ചു വരുന്നതായിട്ട്. അങ്ങനെ കൊള്ളാല്ലേ? ഇല്ലെങ്കിൽ ജനറ്റിക്കലി ഉണ്ടാക്കിയെടുത്ത് ഗോട്ടിന്റെ അകത്തെ പോലെ ക്ലോണിംഗ് ആയിരുന്നു ഗജനി എന്ന് പറഞ്ഞാലും മതി. അസിനും ക്ലോൺ. എനിക്കറിയത്തില്ല. ഇറ്റ് സൗണ്ട്സ് ക്രേസി. ഇറ്റ് മൈറ്റ് ബി എ റൂമർ മാൻ. സൂര്യ എങ്ങനെ, എനിക്കത് പ്രാക്ടിക്കലി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അത് ഡയറക്ടേഴ്സിന് ബുദ്ധി പോയതാണോ? എനിക്കൊന്നും അറിയില്ല. ഐ കാൺട്ട് ഡൈജസ്റ്റ് ഇറ്റ്. അതെങ്ങനെ വരുമെന്ന് ഇവർ 2 പേർക്കും ഓർമ്മയില്ലല്ലോ. അപ്പൊ പടത്തിൽ എങ്ങനെ ഈ 5 മിനിറ്റ് മുമ്പ് ഓർമ്മ പോകുന്ന 2 അവന്മാരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതെങ്ങനെ പരിപാടി? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണേലും നോക്കാം. അതൊക്കെയാണ്. പിന്നെ കാർത്തിക് സുബ്രാജിന്റെ പടത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. അതെന്താവുന്നൊന്ന് കണ്ടറിയണം. പക്ഷെ അത് ഗ്യാങ്സ്റ്റർ പടം പറഞ്ഞിട്ട് ഇപ്പം ലവ് സ്റ്റോറി ലവ് സ്റ്റോറി എന്ന് പറയുന്നു. അതെന്താണ് പരിപാടി? സുബ്രാജ് പറയുമ്പോ എന്തെങ്കിലും സംഭവം കാണും. അതിന്റെ നമുക്കറിയത്തില്ല.
അല്ല, കാർത്തിക് സുബ്രാജാണ് ഗെയിം ചേഞ്ചറിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കഥയല്ലേ? പക്ഷേ ട്രെയിലറൊക്കെ കാണുമ്പോ എനിക്കറിയില്ല. എടേ, ഗെയിം ചേഞ്ചർ സിനിമ ആക്കണ്ടെന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഒരു കഥയാ കാർത്തിക് സുബ്രാജിന്റെ. ഓ അതെടുത്തല്ലേ ശങ്കറിന് കൊടുത്തത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മേക്ക് സെൻസ് കാണാനുണ്ട്. ശങ്കർജി എനിക്കറിയില്ല. ശങ്കർജിയും സൂര്യയും കൂടെ വേൽപ്പാരി ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും വേൽപ്പാരിയുടെ കഥ ആക്ച്വലി നല്ലതാണ്, സൂപ്പറാണ്. ഈ കങ്കോയ്ക്കകത്ത് വേൽപ്പാരിയുടെ കുറെ റെഫറൻസസ് ഒക്കെ ഉണ്ടതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. ആ പാമ്പിനെ അമ്പയിൽ വെച്ചിട്ട് വിടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ സാധനമൊക്കെ ഇതിന്റെ അകത്തെ വേൽപ്പാരിക്കകത്തെയാണ്. ബാഹുബലിയില് കാളയുടെ മണ്ടേ കൂടെ ഉള്ള ബാഹുബലി സെക്കൻഡ് പാർട്ടിന്റെ അത് വേൽപ്പാരിക്കകത്തെയാണ്. അങ്ങനെ കുറെ എപ്പിക് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു എപ്പിക് സ്റ്റോറിയാണ് വേൽപ്പാരി. അത് നമ്മുടെ ശങ്കർ, അതിനാണ് ഞാൻ അതെങ്ങനെയാണെന്നറിയോ കങ്കുവായിട്ട് കണക്ട് ചെയ്ത് ആദ്യം. ശങ്കർ ഈ കങ്കുവയുടെ ട്രെയിലർ വന്ന സമയത്താന്ന് തോന്നുന്നു ഈ വേൽപ്പാരിയിലെ ചില ഇതൊക്കെ ഞാൻ എൻ്റെ കോപ്പിറൈറ്റ് ഉണ്ട്, അപ്പൊ അത് ഇപ്പോഴത്തെ ചില പടങ്ങളിലൊക്കെ അതിന്റെ ചില സീനുകളൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. ഏത് പടാന്ന് പുള്ളി മെൻഷൻ ചെയ്തില്ല, പിന്നെയാണ് മനസ്സിലായത് കങ്കുവയാണ്. പലരും ദേവരയാണെന്ന് ഓർത്തോണ്ടിരുന്നു, പക്ഷെ കങ്കുവയാണ് സംഭവം. ദേവരെ ഓർമ്മിപ്പിക്കല്ലേ. ഇപ്പൊ വേൽപ്പാരി പ്രതീക്ഷയുള്ളൊരു, അത് നടന്നാൽ വിക്രമും സൂര്യയും കൂടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പിതാമകന് ശേഷം ആ കോംബോ ആവർത്തിക്കുമ്പോൾ. പിന്നെ മറ്റേ അയലാൻഡ് ഡയറക്ടറിന്റെ കൂടെ ഒരു സയൻസ് ഫിക്ഷൻ പടം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് രവികുമാർ എന്ന് പറഞ്ഞ ഡയറക്ടർ. അതും ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ ഇല്ല, ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതോ ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്ത പടങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് വാടിവാസൽ, കാർത്തിക് സുബ്രാജിന്റെ പടം, പിന്നെ റോളക്സ്, പിന്നെ പാരഞ്ജത്തിന്റെ പടം ഇതുവരെ കൺഫേം ആയിട്ടില്ല. ടോക്ക് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിവേ അറിയത്തില്ല, റോളക്സിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയതിന്റെ, എനിക്ക് പേഴ്സണലി എക്സൈറ്റ്മെന്റ് കയറിയത് എവിടെയാന്ന് വെച്ചാൽ പുള്ളി മറ്റേ ഏതോ പഴയ സൂര്യപടമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് രക്തചരിത്രയാണെന്ന് പറയുന്നു. ആണെങ്കിൽ കൊള്ളാം, നല്ലൊരു ആണെങ്കിൽ അതൊരു സംഭവം. അത് എനിവേ അതൊരു ഗെയിം ചേഞ്ചർ പടം ആവട്ടെ. ഇത് ഈ അനൗൺസ് ചെയ്ത ഒരു പടമുണ്ട്. അതെ, LCUന്റെ എൻ ഗെയിം എങ്ങനെയായിരിക്കും, ഡില്ലി റോളക്സും തമ്മിലുള്ള ക്ലാഷ് എങ്ങനെയായിരിക്കും, അതൊക്കെ കാണുമ്പോൾ കങ്കുവയിൽ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു. ഞാനവിടുത്തെ ഡില്ലി റോളക്സ് വരുമ്പോ സൂര്യ വില്ലനാണല്ലോ, അപ്പം കങ്കുവയില് കാർത്തി വില്ലനാവും. സോറി ഫോർ ദ സ്പോയിലേഴ്സ്. കാർത്തി വില്ലനാവുമെന്ന് പറഞ്ഞപ്പം ഞാനത് എന്താ പറയുന്നത്, അങ്ങനെ ആയിരിക്കും, നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ അനൗൺസ് ചെയ്ത ആ പടം കങ്കുവ 2 ആണ്. യെസ്, അത് വരുന്നുണ്ട് എന്ന് ജ്ഞാനവേൽ രാജ പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു. കാര്യങ്ങളൊക്കെ Only I had the confidence of Jnanavel Raja. I would have reached somewhere. സത്യം മാനിഫെസ്റ്റ് ചെയ്യണോടാ. 2000 കോടി. അയ്യോ, അത് പുള്ളി ഓഡിയോ ലോഞ്ചിന് പറഞ്ഞത് അതിന്റെ പാസ്സൊക്കെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചോ, ഇതേ പാസ് സക്സസ് മീറ്റിന് ഉപയോഗിക്കാം എന്നാണ്. അയ്യോ, അറുപത്തിയോ ദൈവമേ, എനിക്കറിയില്ല. സക്സസ് മീറ്റ് എന്തായാലും വെക്കും പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ. സക്സസ് ആയില്ലേലും വെക്കും. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് ആഘോഷിക്കും. അതൊരു രസമാണ്. എന്തോ ആഘോഷിക്കാൻ പോകുന്നത്, പടം കേക്ക് മുറിച്ച പടമുണ്ട്. വിജയ് സേതുപതിയുടെ DSP എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് പടം റിലീസായ അടുത്ത ദിവസം തന്നെ അവര് സക്സസ് മീറ്റ് ആഘോഷിച്ച് കേക്കൊക്കെ മുറിച്ച് പടം പൊട്ടി. അത് വേറെ കാര്യം. മെമെങ്കോ ഓർമ്മയില്ലേ, കേക്കൊക്കെ മുറിച്ച്. അതിന് സക്സസ് മീറ്റ് വെച്ചു. എന്നിട്ട് പടം ഡീഗ്രേഡ് ചെയ്ത് ഭയങ്കര ബോക്സ് ഓഫീസിൽ പ്രസ് മീറ്റ് വിളിച്ചു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കൾട്ട് പടം ബോസ് ആൻഡ് കോയ്ക്ക് ഇതുപോലെ ചെയ്തു. അത് അടിച്ചു കിട്ടി. അങ്ങനെയൊക്കെ പടം ഉണ്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ബോസ് ആൻഡ് കോയ്ക്ക് ഞാൻ കേട്ട ശരിയാണെങ്കിൽ OTT റിലീസ് പോലും കിട്ടിയിട്ടില്ല ഇത്. അയ്യോ, അതുകൊണ്ട് ആ പടത്തിന് ആരും ട്രോൾ ചെയ്യാത്ത ഒരു പ്രമുഖ പോലെ. പക്ഷെ നോക്കിക്കോ, നമ്മളെല്ലാരും കളിയാക്കിയ നമ്മളെല്ലാരും മാറ്റി പറയിപ്പിക്കാൻ വരുന്നുണ്ട്. ഹനീഫ് അദേനി, മാർക്കോ. മാറ്റി പറയിപ്പിക്കും. വെള്ളം കക്കൂസിൽ പോയി കുളിക്കുന്ന ഡ്യൂഡല്ലേ, നല്ലായിരുന്നു. മാർക്കോ അദേനി എന്നാവും ഇനി പുള്ളിയുടെ പേര്. അൻപോട് അഴക്കപ്പെടുവാർ അതുപോലെ.
ഞാൻ ഭയങ്കര ഗംഗുവ ശിവ എക്സൈറ്റഡ് ആ ഇയാളുടെ റിവ്യൂ കാണാൻ, നമ്മുടെ ചെയ്യാർജിയുടെ. ആഹാ. ചെയ്യാർജി ഗംഗുവ ഗംഗുവയുടെ ഗംഗുവ. അപ്പൊ അവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിക്കേ. ഇങ്ങനെ വല്ല ഇതിന്റെ അത് വന്നിരുന്ന് ഹൈപ്പ് ചെയ്ത് കൊടുമുടിയിൽ എത്തിച്ചിട്ട് പിന്നെ വന്നിരുന്നിട്ട് അതേ പടത്തിനെ പറ്റി തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കഷ്ടം. എന്തായാലും ഇപ്പൊ കഷ്ടം. ശിവയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അജിത്ത്. നമ്മൾ അല്ല വിടാതെ പിടിക്കണം, വിടാമുയർച്ചയാണെന്ന് പറയും. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തുകൊണ്ടാ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തെന്നൊക്കെ. വർക്ക് ചെയ്യുന്നുള്ളത് വിടാമുയർച്ച. അയ്യോ എനിക്ക് വയ്യ അടുത്ത പടം, എന്റെ ദൈവമേ ആലോചിക്കാൻ വയ്യ എനിക്ക്. ഓ പുള്ളിയും വിജയുമായിട്ടൊരു പടം വരുമെന്ന് പറഞ്ഞ, പക്ഷെ അതിനു മുമ്പ് പുള്ളി നിർത്തിയത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. വിജയ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രം പൊളിറ്റിക്സിൽ പോയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ദിസ് ഈസ് റാങ്. പുള്ളി വരും, പുള്ളി പടം കണ്ടിട്ട് സൂപ്പറാന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു കങ്കുവ കണ്ടിട്ട്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയുമല്ല, എനിക്ക് ഗൂസ് ബംസ് വന്ന മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബാലയുടെ ചേട്ടനാണല്ലോ ശിവ, ഡയറക്ടർ. 200 കോടി മറ്റേ എന്ത് കങ്കുവയ്ക്ക് അന്നത്തെ 200 കോടി, പിന്നെ ഗംഗുവ ഇതൊക്കെ പറഞ്ഞാണ്. പക്ഷെ എനിക്കറിയില്ല. എന്റെ ദൈവമേ എന്താണ് പാവം തിരിച്ചു വരട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ശിവയ്ക്ക് രണ്ട് ഫ്ലോപ്പ് അടുപ്പിച്ച് ഒരുമിച്ച് ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ. അതും രണ്ടും ഭയങ്കര ഇതായി പോയി. അണ്ണാത്തെയും ഗംഗുവയും. ഇങ്ങനെ ഗതികേട് വേറെ ആർക്കും വരല്ലേ എന്നാണ് പറയാനുള്ളത്. അല്ല അത് തിരുത്താൻ വേറൊരാള് വരുന്നുണ്ട്, ശങ്കിജി. ട്രിപ്പിൾ ആയിട്ട് ഇന്ത്യൻ 2 ഗെയിം ചേഞ്ചർ, ഇന്ത്യൻ 3 അത് 100 കോടി മുടക്കി വീണ്ടും റീഷൂട്ട് ചെയ്തു. ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT എന്നാ പറഞ്ഞത്. അത് അവര് റീഷൂട്ട് ചെയ്യാൻ പോവാ 100 കോടി വീണ്ടും മുടക്കി ചില സീൻസ് ഒക്കെ എടുത്ത്. കോടിക്കൊന്നും ഒരു വിലയില്ലല്ലോ. ഞങ്ങള് പറയായിരുന്നു ആ കാശ് കൊണ്ടുപോയി നമ്മുടെ ഗൗതം മേനോന് കൊടുത്താൽ ധ്രുവനക്ഷത്രം ഒന്ന് ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് കാണായിരുന്നു. പുള്ളിയാകുമ്പോ വലിയ ബഡ്ജറ്റ് ഒന്നും ചോദിക്കത്തില്ല, ചെറിയ ഇതിന്റെ അകത്തൊക്കെ തീർക്കും പുള്ളി. ഈ 100 കോടി ഒന്നും വേണ്ടി വരില്ല. അതെ, കഷ്ടമുണ്ട്. പക്ഷെ എന്താ പറഞ്ഞ, ഞാൻ പുള്ളിയെ അപ്രിഷിയേറ്റ് ചെയ്തു. കാരണം പുള്ളി എന്താ പറയുക, ഇതിന്റെ എല്ലാം ഈ പ്രശ്നത്തിന്റെ എല്ലാം നടുക്ക് പോയി നൈസായിട്ട് മമ്മൂട്ടിയുടെ പടം പോയി ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് വന്നു. അത് റിലീസ് ആവുമല്ലോ അതെനിക്ക് അറിഞ്ഞൂടാ. മമ്മൂട്ടി ആയതുകൊണ്ട് റിലീസ് ചെയ്യും, മമ്മൂട്ടി കമ്പനി അല്ലേ, ഉറപ്പായിട്ടും. ശിവൻ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞാലേ ഇവരൊക്കെ കോൺഫിഡൻസ് വെക്കാൻ കാരണം പുള്ളി പറഞ്ഞ സമയത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഇതായെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം. അതെ, എൻഡ് റിസൾട്ട് ഇതാണെങ്കിൽ പിന്നെ എന്ത് നന്നായിട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ എന്റെ അണ്ണൻ വെട്രിമാരൻ 10 കോടി രൂപ ബഡ്ജറ്റിൽ തുടങ്ങിയ പടം അവസാനം 100 കോടിയിലെത്തി. ഷൂട്ട് ചെയ്തങ്ങ് പോയി. പക്ഷെ 100 കോടി കിട്ടുമല്ലോ, അതാണല്ലോ പുള്ളിയുടെ ഒരു. അല്ല, പുള്ളി തിരിച്ചു പിടിച്ചു, വിടുതലയിൽ വെച്ച് പുള്ളി തിരിച്ചും പിടിച്ചു. ആ പടം ഇന്ത്യ ഒട്ടാകെ they talked about the film. So ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഷൂട്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ വരുന്ന സാധനം ഒരു 1.5 ഐറ്റം. അത് ഈ പറയുന്ന പോലെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്ത് ടൈം എത്ര മാക്സിമം സ്പെൻഡ് ചെയ്യുന്നു അത്രയും നല്ലതായിട്ടിരിക്കും പടം. അല്ല ഇപ്പൊ കങ്കുവയും കുറെ നാൾ എടുത്തായിരുന്നു. സൂര്യയുടെ കുറച്ച് ടൈം നല്ല രീതിയിൽ 2 വർഷം വേറെ ഒരു പടം ഇല്ലാതെ ഇതിനു വേണ്ടി തന്നെ ചെലവഴിച്ച് വിചാരിച്ചാണ് ഒരു ബാഹുബലിയായി പോകുന്നൊക്കെ വിചാരിച്ചാണ്. മേ ബി അതായിരിക്കും. പറയുകയും ചെയ്തായിരുന്നു, അതായത് തമിഴ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെ, അല്ല മീൻ ഒരു അല്ല ഇപ്പൊ തെലുഗുവിന് ബാഹുബലിയും മറ്റേ കന്നഡക്ക് KGF ഉള്ള പോലെ തമിഴ് സിനിമയ്ക്ക് കങ്കുവ. കണ്ടു കഴിഞ്ഞിട്ട് വെക്കേണ്ട അവസ്ഥയായെന്നൊക്കെ പറയുന്ന ലെവലിലൊക്കെ. ഈ ഒരു സ്പേസിൽ ആണ്ടവർ രക്ഷപ്പെട്ടു. ഇനി ഇന്ത്യൻ 2 ആരും ട്രോൾ ചെയ്യൂല കുറച്ചാളത്തേക്ക്. ഇന്ത്യൻ 3 വരുന്നവരെ, 3 വരുന്നിടം വരെ. അതാണ് ഓഫ് കോഴ്സ്.
പക്ഷെ പുള്ളിക്ക് തഗ് ലൈഫ് ഒക്കെ ഉണ്ട്. ഇനി അതിപ്പോ സൂര്യ ആണെങ്കിലും കാർത്തിക് സുബ്രാജിന്റെ പടം വരുമ്പോഴത്തേക്ക് ഓക്കെ ആവും, റെഡി ആവും. അല്ല, ഇനി കമൽഹാസൻ അത് അറിയാം, കൈവിട്ടു പോയ ഐറ്റം ആണെന്നുള്ളത്. ഇതിപ്പോ എന്താണെന്നറിയോ, ശങ്കറിനുള്ള ടെൻഷൻ എന്തായിരുന്നു പറഞ്ഞ, ഈ മറ്റേ ശങ്കറാണെങ്കിൽ അവിടെ നിന്ന് സിദ്ധാർത്ഥ് ഈ തെണ്ടിയെ കൊണ്ട് തോറ്റു എന്നുള്ള രീതിയിലായിരുന്നു. സിദ്ധാർത്ഥ് എന്നാ തള്ളായിരുന്നു അവന്റെ പ്രശ്നം എന്താ, പുള്ളി അവനായ പുള്ളി കമൽ സാറിന്റെ കൂടെ, കമലിന്റെ ഒരു എക്സൈറ്റഡ് ഭക്തനാണല്ലോ. ആയി പോയതാ ആക്ച്വലി. ആ അപ്പം പാവം നമ്മുടെ എനിക്ക് എന്താ പറയുന്നേ, അത് ഇച്ചിരി നമ്മുടെ റോൾ അഭിഷേക് രാജ മോഡൽ. കളിച്ചത്. അതാണ് പറ്റിയത്. അത് നമ്മൾ അത്ര ആരാധിക്കുന്ന ഒരാൾ അടുത്ത് നിൽക്കുമ്പോഴേ നമുക്ക് അങ്ങോട്ടൊരു ഒരു കോൺഫിഡൻസ് കയറിയിട്ടേ അതിന്റെ ഒരു പ്രശ്നമായി പോയി. പാവം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചിത്ര അരവിന്ദൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും പറയാൻ തുടങ്ങി. ഇനി അറിയില്ല, കഷ്ടമുണ്ട്. എന്തുവാണോ ഇന്ത്യൻ ടു വേണമെങ്കിൽ പറഞ്ഞ ചെയ്യാൻ തോന്നുന്നു ഒരു എപ്പിസോഡായിട്ട്, അത് വേണോ? ഒക്കമ്മക്കാട്ടുമായിട്ട് കമ്പയർ ചെയ്ത്. പിന്നെ ആ സാധനം ഇരുന്ന് ഞാൻ കാണണ്ടേ? എനിക്ക് വയ്യ. കങ്കുവ കണ്ടില്ലേ ഒരു നീ? വർഷം തന്നെ ഇന്ത്യൻ കണ്ടത് ടു വയ്യ. കണ്ടു. അയ്യോ എന്റെ ദൈവമേ. കങ്കുവ കാണാൻ പോകുന്നവരോട് നിങ്ങൾ ആ ഫസ്റ്റ് തുടക്കത്തിലെ ഫ്രാൻസിസിന്റെ പോർഷനൊക്കെ ഒന്ന് എങ്ങനെയും ഒന്ന് കടിച്ചു പിടിച്ചിരിക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് സർവൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയാണ്. ചെയ്യാവുന്ന. ഉള്ളു. പക്ഷെ അത് തന്നെ അവസാനവും വരുന്നുണ്ട്, അതാണ് പ്രശ്നം. അത്രയും വലിയ ബന്ധത്തിലേക്കൊക്കെ പോണോ? ഏറ്റവും ലാസ്റ്റ് ഒരാള് വരുന്നുണ്ട്. എന്റെ അമ്മോ, അതൊക്കെയാണ് അയ്യോ പറയണ്ട. അദ്ദേഹത്തിന്റെ എന്താണെങ്കിലും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സൂര്യനെ കുറിച്ച്. അതെ, കങ്കുവ ഒരു പടം കൊണ്ട് റിലീസായി നല്ല റിവ്യൂ വരുന്ന സ്ഥിതിക്ക് എല്ലാരും പോയി തങ്കളാൻ കാണുക. എനിക്കതേ പറയാനുള്ളൂ. ആക്ച്വലി എനിക്കത് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല, എനിക്കത് തിയേറ്ററിൽ മിസ്സായ ഒരു തങ്കളാൻ കാണണം. തങ്കലൻ ആക്ച്വലി നല്ല പടമാണ്, പക്ഷെ എന്നിട്ട് ആരും അതിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലേ? കുറിച്ച് അതിന് നെഗറ്റീവ് പോലും ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരു പടം ഇറങ്ങി പോയി എന്നുള്ളതല്ലാതെ പടത്തിന് മിക്സ്ഡ് റിവ്യൂ ആയിരുന്നു, ഓഡിയൻസിന്റെ കയ്യിന്നും ക്രിട്ടിക്സിന്റെ കയ്യിന്നും. പക്ഷെ അത് കുറെ പേർക്ക് അല്ല, അത് ഫ്യൂച്ചറിൽ ആ പടം ഭയങ്കര ക്ലാസിക് ആവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് മറ്റേ നമ്മുടെ വാലിബൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് തങ്കളാൻ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാം. അതിന് മാത്രമുള്ള ഒരു പടമുണ്ട്. നമുക്ക് എൻഡ് ചെയ്യാം സെഷൻ. അതെ. ഓക്കെ, അപ്പം ഓൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് എല്ലാരും സൂര്യയുടെ നെക്സ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. കങ്കുവ വന്നെന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കാതെ പഴയ പടങ്ങളൊക്കെ പടം വരുന്നുണ്ട്. കങ്കുവ കണ്ടവര് പ്രത്യേകിച്ചും അതെ. ഒരു കാര്യം ഡിസപ്പോയിന്റ് ചെയ്യാൻ പറയല്ല, എല്ലാരും ഒരു ഇത് വേണം. കാരണം കങ്കുവ 1-ന്റെ അകത്ത് ഫ്രാൻസിസിന്റെ ഭാഗം മിസ് ചെയ്യുന്നവർക്ക് കങ്കുവ 2-ന്റെ അകത്ത് കുറച്ചുകൂടെ കിട്ടുമെന്ന് നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പം എവരിവൺ വെയിറ്റ് ഫോർ കങ്കുവ 2. 70% ഫ്രാൻസിസ് കൊണ്ടുപോകും അടുത്ത പാർട്ടിൽ. എനിക്ക് തോന്നുന്നത് ഈ പടം ആക്ച്വലി നമുക്ക് പിന്നെയും കണ്ടിരിക്കാമായിരുന്നു. ആ ഫ്രാൻസിസിന്റെ പോർഷൻ മൊത്തമേ അങ്ങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ, കാട്ടുമാക്ക പോർഷൻ മാത്രമായിരുന്നെങ്കിലും നല്ലായിരുന്നു. പടം പറ്റത്തില്ല, കാരണം കങ്കുവ 2-ന്റെ അകത്ത് ഫുൾ ഫ്രാൻസിസിന്റെ വരാൻ പോകുന്നു. അപ്പം ഇതൊക്കെ കേട്ട് സ്തംഭനം വരാത്തവർ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് നന്ദി. പിന്നെ നമ്മളെ വിസിറ്റ് ചെയ്യുക. നമ്മളിങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിവിയേഴ്സ് ഒക്കെ പറയുന്നതായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ ആൻഡ് ചക്രപാണി. ബൈ ഗൈസ്. ബൈ.